കഴിച്ച്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവവേദലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ
ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ, ഇന്ന് നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ എഴുത്തുകൾ, തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കണ്ടിന്യൂറ്റി എന്ന് ഞാൻ പണ്ട് പറയത്തില്ലേ, കണ്ടിന്യൂറ്റി. നിങ്ങളത് പ്രെയർ ചെയ്യുമ്പോഴേ കണ്ടിന്യൂറ്റി, തുടർച്ച അത് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരത്തില്ലേ, അപ്പോൾ ആ സാധനം ഡാമേജ് കണ്ടിന്യൂ. അതായത് ഉദാഹരണത്തിന് ഇപ്പം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താ പറയണത്, തന്നത്തിനെ പരിത്യജിച്ച് ദിവസേന എന്നല്ലേ 9:23 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതിൻ്റെ അകത്ത് ഇന്റർവെല്ലും ഗ്യാപ്പും ഒന്നുമില്ല. എല്ലാ ദിവസവും കർത്താവ് പറഞ്ഞു ഓരോ ദിവസത്തിനും അതിൻ്റെ കുരിശുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ അത് ഈശോയുടെ മേലെടുക്കണം. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആർക്കും കുരിശുണ്ടാകത്തില്ല. എല്ലാവർക്കും അനുദിന കുരിശുണ്ട്. അത് യേശുവിൻ്റെ നാമത്തിൽ എടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ എടുക്കുന്നതിന് ഈ ആഴ്ചയിൽ എടുത്ത് അടുത്ത ആഴ്ച എടുക്കണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണില്ല എന്നാണ്, ടോട്ടലായിട്ട് എടുക്കണില്ല എന്നതിൻ്റെ അർത്ഥം. അതാണ് അനുദിനം എന്നുള്ള വാക്ക് കർത്താവിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കാൻ കാര്യം. അനുദിനം. അപ്പം ഈ ആഴ്ച കുരിശെടുത്ത് 2 ദിവസം കുരിശെടുത്തില്ല, അത് വിധിയാണ്, നരകമാണ്, ആരെയും കണി കൊണ്ടുവന്ന് ഇറങ്ങിയെന്ന് അറിയാൻ പാടില്ല. എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെ പ്രാഗി എടുക്കും. പിന്നെ ശനിയാഴ്ച ഒരു ബോധം വരുമ്പോൾ അയ്യോ കർത്താവ് സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കുരിശ് കർത്താവിൻ്റെ പേരിലെടുക്കും. അപ്പം അങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പ് വരരുത്. അത് ഭയങ്കര, അത് ഗ്യാപ്പ് വരാ. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഈ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് ഈശോ പറഞ്ഞില്ലേ, അത് കുരിശിൽ നിലനിൽക്കുന്നതിനാണ് സ്നേഹം നിലനിൽക്കുന്നത് പറയണത്. മനസ്സിലായോ? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പം നിങ്ങൾക്കും പോസ്റ്റ് അത് ഭയങ്കര സന്തോഷകരമായ അല്ല. യോഹന്നാൻ 15:9 നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ ആ കൽപ്പനയിലുള്ള എന്താണ്? ഈ നിലനിൽപ്പിന്റെ കൽപ്പന ഏതാണ്? അനുദിനം എന്നെ സ്നേഹിക്കുന്നവൻ അല്ലേ? 9:23 അങ്ങനെ കിടക്കണം. എന്നെ അനുഗമിക്കുന്നവൻ സ്വയം പരിചയിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്തുകൊണ്ട്. അപ്പം അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് പോണത് തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. അല്ലാതെ 10 കൽപ്പന പാലിച്ച് ജീവിക്കണ കേസല്ല ഇത്. അനുദിനം ഇപ്പോൾ വൈഫിൽ നിന്നുണ്ടാകും കുരിശ്, ഭർത്താവിൽ നിന്നുണ്ടാകും, മക്കളിൽ നിന്നുണ്ടാകും, അയൽവാസിയിൽ നിന്നുണ്ടാകും, സ്വന്തം ശരീരത്തിൽ നിന്ന് രോഗങ്ങളുടെ കുരിശുണ്ടാകും. അനുദിനം ഈ കുരിശെടുത്തുകൊണ്ട് ക്രിസ്തുനാമത്തിൽ സഞ്ചരിക്കുന്നതാണ് സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. മനസ്സിലായ? അപ്പോൾ സ്നേഹത്തിൽ നിലനിൽപ്പും അനുദിന കുരിശും, അതായത് ലൂക്ക 9:23 യോഹന്നാൻ 15:9 ഒരേ ആശയമാണ്. അപ്പം എന്തെങ്കിലും കുരിശ് കയ്യിലുണ്ടെങ്കിലേ അത് യേശുനാമത്തിൽ അങ്ങോട്ട് വരവ് വെച്ചാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും. ഓക്കെ അല്ലേ? താങ്ക് യു. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് രശ്മി രാജേഷ്, കൊല്ലം ജില്ലയിലെ ശൂർനാട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത്, ഞാനും എൻ്റെ അമ്മയും ഞങ്ങൾ ഒരുമിച്ചാണ് വന്ന് ഉടമ്പടി എടുത്തത് 2022 എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ ഉടമ്പടിയിലെ നിയോഗമായിരുന്നു. എൻ്റെ മകന് 8 വർഷമായിട്ടുണ്ടായിരുന്ന പനി വരുമ്പോൾ അവന് പെട്ടെന്ന് വീസിങ് ആകുമായിരുന്നു. ഈ അലർജി രോഗം സൗഖ്യമാക്കുന്നതിന് വേണ്ടിയായിരുന്നു എൻ്റെ നിയോഗത്തിൽ ഞാൻ ആദ്യം വെച്ചിരുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം കൂടി അവന് ഇങ്ങനെ ഈ വീസിങ് വന്നു. ഉടമ്പടി തൈലം ഉപയോഗിച്ച് ദിവസവും വൈകിട്ട് ഞാൻ അവന്
കുരിശ് വരയ്ക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഒരു ഇതിൽ അവൻ ഒരു പ്രാവശ്യം കൂടി ഈ വീസിങ് വന്നു. പിന്നീട് അവന് അങ്ങനെ ഒരു അസുഖമേ ഉണ്ടായിട്ടില്ല. അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടുമാണ് ഈ വീസിങ് അവന് പൂർണ്ണമായിട്ടും മാറിക്കിട്ടിയത്. അടുത്തതായിട്ട് എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഊഞ്ഞാലിൽ നിന്ന് വീണ് അവളുടെ പല്ലുകൊണ്ട് ചുണ്ട് മുറിയുകയും അത് കുറച്ച് ആഴത്തിലേക്ക് മുറിയുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ മുറിവ് കരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ആ ചുണ്ടിൻ്റെ അവിടെ ഒരു സിസ്റ്റ് പോലെ വന്നു. ആ സിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്യണം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ അത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്റ്റിച്ച് ഇട്ടതിൻ്റെ 2 സൈഡും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും 2 സ്റ്റിച്ച് ഇട്ടതിൻ്റെ 2 സൈഡിലായിട്ട് വീണ്ടും 2 സിസ്റ്റ് പോലെ വന്നു. അപ്പോൾ വീണ്ടും ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മ്യൂക്കസ് സിസ്റ്റാണ്, ഇത് സർജറി ചെയ്യാതെ മാറില്ല, ഇനിയും സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വീണ്ടും സർജറി ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം ദിവസവും ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവളുടെ ചുണ്ടിൽ കുരിശ് വരച്ച് വിശ്വാസം പ്രമാണം ചൊല്ലുമായിരുന്നു. അങ്ങനെ ആദ്യമൊന്നും മാറിയില്ല. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ചുണ്ടിൽ വന്ന 2 മ്യൂക്കസ് സിസ്റ്റും അത് ചൊട്ടിപ്പോവുകയും സർജറി ഒന്നുമില്ലാതെ തന്നെ അത് ഭേദമാവുകയും ചെയ്തു. അത് ഉടമ്പടി തൈലം, നേർച്ച വസ്തുവായ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് അവൾക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിച്ചത്. അടുത്തതായിട്ട് എൻ്റെ അച്ഛന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛന് 2023 അച്ഛന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ കൈക്ക് സൈഡിൽ ഒരു പെരുപ്പ് പോലെ അനുഭവപ്പെട്ടു. അങ്ങനെ അച്ഛൻ തന്നെ 2 വീലർ ഉപയോഗിച്ച് അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോവുകയും അപ്പോൾ ക്ലിനിക്കിൽ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇഞ്ചക്ഷൻ എടുത്തു വിട്ടു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയാകാറായപ്പോഴത്തേന് അച്ഛന് വീണ്ടും ഒരു സൈഡിൽ ഒരു തളർച്ച പോലെ, ലെഫ്റ്റ് സൈഡിൽ ഒരു തളർച്ച പോലെ തോന്നുകയും അങ്ങനെ അടുത്ത് തന്നെയുള്ള വേറൊരു ക്ലിനിക്കിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ECG എടുത്ത് ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, BP കുറച്ച് കൂടിയതാ, അല്ലാതെ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു 5:30-6 മണി ആയപ്പോഴേക്കും അച്ഛന് ചെയറിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു സൈഡ് ഫുള്ള് തളർന്നു പോകുന്നത് പോലെ തോന്നി. അങ്ങനെ ഞങ്ങളൊരു ഓർത്തോയെ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സ്ട്രോക്ക് വന്നതാണ്, ഇത്രയും സമയം എന്തിനാ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്, ഇത് പെട്ടെന്ന് തന്നെ നിങ്ങളങ്ങ് മെഡിക്കൽ കോളേജിലോട്ട് വണ്ടാനത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയാൽ മതി, പ്രൈവറ്റിലോട്ടൊന്നും കൊണ്ടുപോകണ്ട, കൊണ്ടുപോയി കഴിഞ്ഞാൽ ICUവിലാക്കും, അവിടെ ന്യൂറോ ഒന്നും കാണത്തില്ല, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടാനത്തേക്ക് അച്ഛനെ കൊണ്ടുവന്നു. ആംബുലൻസിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈ ആംബുലൻസിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും വണ്ടാനം വരെ എത്തുന്നിടം വരെയും ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപവും വെച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വണ്ടാനത്ത് എത്തിക്കഴിഞ്ഞ് ഡോക്ടർ CT എടുക്കുകയും ടെസ്റ്റുകൾ നടത്തുകയും ചെയ്തു. പക്ഷേ അച്ഛന് നമ്മൾ ഉദ്ദേശിച്ച അത്രയും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു സ്ട്രോക്ക് വന്ന ഒരാളിനെ ഈ 3.5 മണിക്കൂർ 4 മണിക്കൂറിനകം കൊണ്ടുവന്നില്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവുകയും എന്തെങ്കിലും ഒരു സൈഡ് തളരുകയോ അങ്ങനെയൊക്കെ സംഭവിക്കുകയോ ചെയ്യും, നിങ്ങളുടെ ഭാഗ്യം കൊണ്ടായി ഇതൊന്നും സംഭവിക്കാഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം മാത്രം ഹോസ്പിറ്റലിൽ കിടക്കുകയും അവിടുന്ന് 3-ാമത്തെ ദിവസം അച്ഛൻ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. അതും ഉടമ്പടി തൈലവും കാശുരൂപവും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അച്ഛന് സൗഖ്യം ലഭിച്ചത്. അടുത്തതും അച്ഛൻ്റെ തന്നെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛൻ 2 വീലറിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പട്ടി കുറുക്കിയാടുകയും അച്ഛൻ സൈഡിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അച്ഛനെ അവിടുന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമില്ല, ചെറിയൊരു ക്രാക്കാണ്, അത് റെസ്റ്റ് എടുത്താൽ മാറും, 4 ദിവസം കഴിഞ്ഞ് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അച്ഛന് ശക്തിയായിട്ടുള്ള പെയിൻ ആവുകയും കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത രീതിയാവുകയും ചെയ്തു. അപ്പോഴും ഞങ്ങൾ ഉടമ്പടി തൈലം നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം എല്ലാം അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അച്ഛന് ബെഡിൽ കിടക്കാൻ വയ്യ, ചെയറിലിരുന്നായിരുന്നു ഉറങ്ങിയിരുന്നത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു കഴിഞ്ഞപ്പോൾ അവർ സ്കാൻ ചെയ്ത് CT എടുത്തു.
എടുത്തപ്പോൾ പറഞ്ഞു ഇത് നല്ല ഫ്രാക്ചറായിട്ടുണ്ട്, ഇടുപ്പല്ലിനാണ്, നല്ല ഫ്രാക്ചറായിട്ടുണ്ട്, ഇത് സർജറി ചെയ്താലേ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകൂ, മെഡിക്കൽ കോളേജിലാവുമ്പോൾ നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ട്, പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കാവോ അത്രയും നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ അവിടുന്ന് ആംബുലൻസിൽ അങ്ങ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നു ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് സർജറി ചെയ്താലേ പറ്റുള്ളൂ, ഇത്രയും 4 ദിവസമായിട്ടും 4 ദിവസം കൊണ്ടിരിക്കുക, അത് പെട്ടെന്ന് ആ ടൈമിലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇനി സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആകുമോ എന്നറിയില്ല, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ട്രാക്ഷൻ ഇട്ട് നോക്കാമെന്നും പറഞ്ഞ് അച്ഛൻ്റെ കാലിൽ ട്രാക്ഷൻ ഇട്ട് നല്ല നീരായിട്ടിരിക്കും. അച്ഛൻ 4 ദിവസമായിട്ട് കിടന്നുറങ്ങാൻ പോലും വയ്യാതെ ചെയറിലിരുന്നായിരുന്നു ഉറങ്ങുന്നത്. അങ്ങനെ ട്രാക്ഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ ഉടമ്പടി തൈലവും കാശുരൂപവും ഉണ്ടായിരുന്നു. അമ്മ ആ ഉടമ്പടി തൈലം അച്ഛൻ്റെ കാലിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സർജറി ചെയ്യേണ്ടി വരല്ലേ, എത്രയും പെട്ടെന്ന് ഇത് ഭേദമാകണേ നമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, നോക്കാം, ട്രൈ ചെയ്യാൻ, ട്രാക്ഷൻ ഇട്ട് നോക്കാം, പറ്റിയാൽ എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, സർജറി ചെയ്താലും സക്സസ് ആകത്തില്ല, കാരണം ഇത് സംഭവിച്ചിട്ട് 4 ദിവസമായി, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ അവിടെ അഡ്മിറ്റാക്കി. പിറ്റേ ദിവസം ആയപ്പോഴേക്കും അച്ഛൻ്റെ കാലിൻ്റെ നല്ല നീര് വെച്ചിട്ടുണ്ടായിരുന്നു കാലിന്. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ കാലിൻ്റെ നീര് കുറഞ്ഞു. ട്രാക്ഷൻ ഇട്ട് വെയിറ്റ് വിട്ട് പറഞ്ഞു 48 ദിവസം ഇങ്ങനെ ഒരേ കിടപ്പ് തന്നെ ഇങ്ങനെ ട്രാക്ഷൻ ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 8ാമത്തെ ദിവസം അവിടെ നിന്നും അച്ഛനെ ഡിസ്ചാർജ് ആക്കി. ആംബുലൻസിലാണ് അച്ഛനെ വീട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെയാണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്, എണീക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് അച്ഛനെ ആംബുലൻസിൽ 8 ദിവസം കഴിഞ്ഞപ്പോൾ ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വീട്ടിലെത്തിയപ്പോഴും ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ 48 ദിവസം എന്ന് പറഞ്ഞത് 24 ദിവസം ആയപ്പോഴേക്കും, അതിൽ കുറച്ച് ദിവസം ആയപ്പോഴത്തേന് അച്ഛൻ ഈ വെയിറ്റ് ഇടുന്നതിനകത്ത് വെയിറ്റ് ഇട്ടതിനകത്ത് എന്തോ ഇറിറ്റേഷൻ പോലെ ആ വെയിറ്റ് കിടക്കുന്നത് കൊണ്ട് തോന്നി. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഈ വെയിറ്റ് മാറ്റുകയേ ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അച്ഛൻ്റെ ഈ ഇറിറ്റേഷൻ കാരണം വെയിറ്റിൻ്റെ കുറച്ച് വെയിറ്റ് ഒന്ന് മാറ്റി കൊടുത്തു. അത് ഡോക്ടർമാർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ മാറ്റിയപ്പോൾ അച്ഛനപ്പോൾ ഒരു ആശ്വാസം കിട്ടി, ആ വെയിറ്റ് കുറച്ച് മാറ്റിയപ്പോൾ. അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, കാലിൽ ഉടമ്പടി തൈലം, ആ മുറിവിൽ ഉടമ്പടി തൈലം എല്ലാം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഷുഗറും ഒക്കെ ഉണ്ട്, അപ്പോൾ കമ്പി കിഴിച്ചാണ് ഇട്ടേക്കുന്നത്, അപ്പോൾ അതിന് എന്തെങ്കിലും മുറിവ് പഴുക്കുവോ എന്തും ആകാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. 48 ദിവസം പറഞ്ഞത്. 24ാമത്തെ ദിവസം അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ട്രാക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രാക്ഷൻ മാറ്റിയിട്ട് വീട്ടിൽ വിട്ട് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. അപ്പോൾ 1 മാസം വീണ്ടും ഈ ട്രാക്ഷൻ എടുത്തടത്ത് നല്ല നീരുമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉടമ്പടി തൈലവും എല്ലാം പുരട്ടി ഉപ്പ് വെള്ളത്തിനകത്തിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പ് പിടിക്കുമായിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് വീണ്ടും അച്ഛനെ കൊണ്ടുചെന്ന് കഴിഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടറിന് തന്നെ അതിശയമായിപ്പോയി. ഡോക്ടർ പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഒന്നും എണീറ്റ് നടക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല, സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആകത്തില്ലായിരുന്നു, ഇയാൾ എണീക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇത് അത്ഭുതമാണ്, 2 സൈഡും ഇടുപ്പല്ലായിരുന്നു. അപ്പോൾ 2 സൈഡിലെയും ഇപ്പോൾ ഒരുപോലെ, ഒരു സാധാരണ ഒരു മനുഷ്യന് എങ്ങനെയാണ് 2 സൈഡും ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഫ്രാക്ചറുകളല്ല, ഇത് മൊത്തം ഒടിഞ്ഞു പോയതായിരുന്നു. ഈ ഫ്രാക്ചറുകളെല്ലാം മാറി 2 സൈഡും ഒരേപോലെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു സ്റ്റിക്ക് കയ്യിൽ പിടിക്കണം, ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു സ്റ്റിക്ക് കയ്യിൽ പിടിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടറിന് അറിയത്തില്ല, ഡോക്ടർ വിചാരിച്ചു ഇങ്ങനെ സംഭവിക്കുന്ന പേഷ്യൻ്റൊക്കെ പെട്ടെന്ന് നടക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ സ്റ്റിക്കിൻ്റെ ഒന്നും ഒരു സഹായവും വേണ്ടി വന്നില്ല, കാരണം അമ്മ മാതാവിൻ്റെ സഹായം ഉള്ളപ്പോൾ നമുക്ക് സ്റ്റിക്കിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അച്ഛൻ ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാറിലായിരുന്നു അച്ഛൻ ഹോസ്പിറ്റലിൽ പോകുകയെല്ലാം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇന്ന് ഇത്രയും ദൂരം, ഞങ്ങൾ ശൂരനാടാണ്, അവിടെ നിന്ന് ഇവിടം വരെ അച്ഛൻ ബസ്സിൽ കയറുന്നതിനും പ്രശ്നമില്ലായിരുന്നു, ഇവിടെ വരുന്നതിനും അച്ഛന് നടക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ രോഗസൗഖ്യം. എല്ലാം കാണാൻ വരുന്നവരെല്ലാം പറയുമായിരുന്നു ഇത് എണീക്കത്തില്ല, ഇനി ഇങ്ങനെ കിടക്കത്തതേ ഉള്ളൂ.
അപ്പോൾ അത് കേൾക്കുമ്പോൾ അച്ഛനും വിഷമമായിരുന്നു, ഞങ്ങൾക്കെല്ലാം വിഷമമായിരുന്നു. പക്ഷേ എത്ര പെട്ടെന്ന് റിക്കവറായെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ കാണുന്നവർക്കെല്ലാം അതിശയമാണ്. അച്ഛൻ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ എല്ലാവർക്കും അതിശയമാണ്, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ നടക്കുന്നത്. സാധാരണ ഇങ്ങനെ പറ്റിയ പേഷ്യൻസ് ഒന്നും ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് റിക്കവറായി നടക്കില്ല. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചതാണ്. ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അത് കൂടെ ആളില്ലാത്തത് കൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം എല്ലാവർക്കും വിശ്വാസ പ്രമാണം ചൊല്ലി അത് അർഹതപ്പെട്ടവർക്കാണ് ഈ പത്രം കൊടുത്തിരുന്നത്. പത്രം കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് എല്ലാവരെയും ഞങ്ങൾ പറഞ്ഞു തന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ അവിടെ ഒരു കൃപാസനം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ കുറേ ആൾക്കാർ ചേർന്ന്, മെയിനായിട്ട് ഒരു ചേച്ചിയും ഒരണ്ണനുമാണ് ഈ ഗ്രൂപ്പ് നടത്തുന്നത്. അവിടെ ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചേർന്ന് കാശ് പിരിച്ച് ഫുഡുണ്ടാക്കി എല്ലാ മാസത്തെയും രണ്ടാമത്തെ തിങ്കളാഴ്ച കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അമ്മ മാതാവിൻ്റെ പേരിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ കുട്ടികൾക്കാണെങ്കിലും അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അമ്മ മാതാവിൻ്റെ സഹായം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും രാവിലെ 2 പേർക്കും ഞാൻ ഉടമ്പടി തൈലം അവരുടെ നെറ്റിയിൽ തൊട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് 2 പേരെയും സ്കൂളിലേക്ക് വിടുന്നത്. ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ ഇനി സാധിക്കാനുണ്ടെങ്കിൽ അത് അമ്മ മാതാവായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ചിലപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ അനുഗ്രഹം കിട്ടാൻ കുറച്ച് താമസം എടുക്കും. എന്നാലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് നിരാശയൊന്നുമില്ല. കാരണം ഇപ്പോഴല്ല, എപ്പോഴാണെങ്കിലും അമ്മ മാതാവ് അത് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ ജീവിതകാലം മുഴുവൻ ഈ വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്കായാലും ഇനി അവരുടെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും അത് മെറിറ്റ് കൊണ്ടല്ല, ഗ്രേസ് കൊണ്ടാണ് കിട്ടുന്നതെന്ന് അവർ വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ അവർ വളരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അമ്മ മാതാവിനോട് അതാണ് പ്രാർത്ഥിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഈ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, ഉടമ്പടി എടുത്ത എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലിസ്മരിയ, ഇതെൻ്റെ ഹസ്ബൻഡ് മെൽവിൻ. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ബ്രിസ്ബെയിനിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരിയിലാണ്. എൻ്റെ ഹസ്ബൻഡ് ഓസ്ട്രേലിയയിൽ വന്നിട്ട് 1 വർഷമായിട്ട് ജോലി കിട്ടുന്നില്ലായിരുന്നു, സെയിം ഫീൽഡിൽ തന്നെ. കുറേയേറെ കമ്പനികളിൽ പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തു, CV അയച്ചു, നേരിട്ട് കൊണ്ടുപോയി കൊടുത്തു. അതല്ലാതെ പല പ്ലാറ്റ്ഫോമുകൾ വഴി ഞങ്ങൾ അപ്ലൈ ചെയ്തു. എന്നിട്ടൊന്നും ജോലി കിട്ടുന്നില്ലായിരുന്നു. ജോലി അപ്ലൈ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെറിറ്റിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ പറയുന്നത് പോലെ ഓസ്ട്രേലിയയിൽ വരുന്നതിന് മുന്നേ ഹസ്ബൻഡ് GCCയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 7 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ അപ്പം തന്നെ ജോലി കിട്ടും എന്നതായിരുന്നു ഞങ്ങളുടെ ധാരണ. പക്ഷേ വിപരീതമായിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ളതായിരുന്നു ഞങ്ങളുടെ ഭീഷണി. എവിടെയൊക്കെ ചെന്നാലും അവർ പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല എന്നതായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഫെബ്രുവരിയിൽ. ഞങ്ങൾ തിരിച്ചു പോയി ഏപ്രിൽ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. അത്ഭുതം എന്ന് പറയുന്നത് ആ ജോലി ഞങ്ങൾ അപ്ലൈ ചെയ്തത് നവംബറിലാണ്. അതിൻ്റെ ഇൻ്റർവ്യൂ കോളാണ് ഞങ്ങൾക്ക് ഏപ്രിൽ വന്നത്. ഓസ്ട്രേലിയൻ റെഗുലേഷൻ അനുസരിച്ച് ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ വിത്തിൻ ഒരു 1 മന്ത് കഴിയുമ്പം അതിൻ്റെ റിപ്ലൈ വരേണ്ടതാണ്. പക്ഷേ 6 മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് റിപ്ലൈ വന്നത്. വേറൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ നേരിട്ട് CV കൊണ്ടുപോയി കൊടുത്ത് വേറെ ഒരു പ്ലാറ്റ്ഫോമിലും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു ജോലി വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് വേറെ ആരും അതിനില്ലാത്തത്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ജോലി കിട്ടുപോലുമില്ല. കാരണം ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസും ഓസ്ട്രേലിയൻ എക്സ്പീരിയൻസ് ഉള്ള കുറേയേറെ ആളുകളുണ്ട്, അവർക്ക് ആർക്കെങ്കിലും ആ ജോലി കിട്ടും. പക്ഷേ ഇത് നമുക്കായിട്ട് അമ്മ മാതാവ് കരുതി വെച്ചിരിക്കുന്ന ജോലി ആയതുകൊണ്ട് അത് നമുക്കായിട്ട് മാത്രം അവിടെ ഇരിക്കുവാണ്.
അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴാണെങ്കിലും മാനേജർ ഹസ്ബൻഡിനെ കൊണ്ടുപോയി എല്ലാ സ്ഥലവും നമുക്ക് ജോലി കിട്ടിയതുപോലെയാണ് കാണിക്കുന്നത്. നമ്മുടെ സീറ്റ്, നമ്മുടെ വണ്ടി, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ ഓരോന്ന് കാണിച്ചു തരുവാണ്. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ജോലി അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾ ചോദിച്ചതിൽ കൂടുതൽ ശമ്പളം നൽകിയാണ് ഞങ്ങൾക്ക് ആ ജോലി കിട്ടിയത്. ഇനി അടുത്ത സാക്ഷ്യം പറയാനായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് കയ്യിൽ മൈക്ക് കൊടുക്കാം. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഒത്തിരി നാളായി കൊതിച്ചിരുന്ന ഒരു ദിവസമാണ് ഇന്ന് ഈ ദൈവസന്നിധിയിൽ വന്ന് ഞങ്ങളുടെ സാക്ഷ്യം പറയാമെന്നുള്ളത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത്, അതായത് റാലിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ വൈഫ് വന്ന് സാക്ഷ്യം പറയാൻ പ്ലാൻ ചെയ്തിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അന്ന് എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല. ആ ജോലിയിൽ കയറിയിട്ട് 6 മാസമായതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ 1 കൊല്ലത്തേക്ക് നീണ്ടുവന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 സാക്ഷ്യം ഇപ്പോൾ ഈ സന്നിധിയിൽ പറയാനായിട്ട് ഇടവന്നു. ജോലിയോട് സംബന്ധിച്ച പോലെ തന്നെ ജോലി എപ്പോഴും ഒരു പ്രയോറിറ്റി ആയിരുന്നെങ്കിലും അടുത്തതായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് വന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വിസ പെർമനൻറ്റ് റെസിഡൻസിലേക്ക് മാറണമെന്നുണ്ടായിരുന്നു. ഞാൻ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ്, ഇവളുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് ഓസ്ട്രേലിയയിലേക്ക് പോയത്, അതായത് ഒരു ടെമ്പററി വിസയിൽ. എനിക്ക് ജോലി കിട്ടുമ്പോൾ ഏകദേശം 6 മാസത്തേക്ക് മാത്രമാണ് ഞങ്ങൾക്ക് വിസ ഉണ്ടായിരുന്നുള്ളൂ. വിസ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻറ്റ് ലൈഫ് വീണ്ടും ഓപ്പൺ ചെയ്യണം. അതേ രീതിയിൽ ഒത്തിരി ഫൈനാൻഷ്യൽ ബേർഡൻസ് വരുന്നതിനാൽ ഞങ്ങളതങ്ങനെ ഒത്തിരി വേറി ആയിട്ടിരിക്കുകയായിരുന്നു. ജോലി കിട്ടി 6 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ മാനേജറായിട്ട് റിക്വസ്റ്റ് ചെയ്തു, അതായത് കമ്പനി സ്പോൺസർ ചെയ്യണം, ഞങ്ങളിങ്ങനെ ഒരു ഡിലേമേ സിറ്റുവേഷനിലാണ്. സാധാരണഗതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ്, കെമിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ്. സാധാരണ ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ UK, കാനഡ എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ നേഴ്സസാണ് പ്രിഫറൻസ്, ഹെൽത്ത് സെക്ടറാണ്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സെക്ടറിൽ ഒരു മുൻപരിചയമില്ലാത്ത ജസ്റ്റ് ഒരു 6 മന്ത്സിൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആ കമ്പനിയിൽ നിന്നുകൊണ്ട് സ്പോൺസർഷിപ്പിന് റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നമ്മൾ വിചാരിക്കുന്നില്ല അതീതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ മാനേജറായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല, കാരണം നിനക്ക് ഓൾറെഡി വിസയുണ്ട്, നിനക്കിവിടെ വർക്ക് ചെയ്യാം, കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. അതല്ലാതെ റെസിഡൻസി, പെർമനൻസി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷനും എനിക്കില്ല. ബട്ട് എന്നിരുന്നാലും ഞാൻ മാനേജ്മെൻറ്റായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്താമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വൈഫായിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ അവിടെയും ഈ പറഞ്ഞ രീതിയിൽ 6 മാസം മുമ്പ് CV കൊടുത്ത് ഞങ്ങൾ ഡയറക്റ്റായിട്ട് കൊണ്ടേ കൊടുത്തത്, ഒരു 6 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് റിപ്ലൈ വന്നത്. അതേ രീതിയിൽ ഒരു വലിയൊരു അത്ഭുതം 3 മാസം കഴിഞ്ഞപ്പോൾ, നവംബർ 2024 നവംബറിൽ 20 ഞാൻ റിക്വസ്റ്റ് ചെയ്തത്, ജാനുവരി 20 ഞാൻ അങ്ങോട്ട് പോലും ചോദിക്കാതെ എൻ്റെ മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു, മെൽവിൻ, വി ആർ ഹാപ്പി ടു സ്പോൺസർ യു. ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തീർച്ചയായിട്ടും അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അതുപോലെ എപ്പോഴും സ്പോൺസർഷിപ്പ് ഒരു വളരെ ചിലവേറിയൊരു സംഭവം തന്നെയാണ്. ഏകദേശം 8.5 ലക്ഷത്തോളം എക്സ്പെൻസസാണ് സാധാരണഗതിയിൽ ഒരു 2 പേർക്ക് ഏകദേശം എക്സ്പെൻസ് വരുന്നത്. ഒരു ഒറ്റ പൈസ പോലും ചിലവില്ലാതെയാണ് എന്നെ കമ്പനി സ്പോൺസർ ചെയ്തത്. 8.5 ലക്ഷം രൂപയും കമ്പനി തന്നെ എടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മെഡിക്കലിൻ്റെ എക്സ്പെൻസ് അല്ലാതെ വേറെ ഒരു പൈസയും, അതായത് ഓൾമോസ്റ്റ് ഒരു 25,000 രൂപയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്ത് വന്ന ആ ഒരു എമൗണ്ട്. അപ്പോൾ ആപ്ലിക്കേഷനെല്ലാം വളരെ ഫാസ്റ്റായിട്ട് അവർ ഫോർവേഡ് ചെയ്തു. ഇപ്പോൾ നിലവിൽ PR-ൻ്റെ ഫൈനൽ ഗ്രാൻഡ് പ്രോസസ്സിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഇവിടുന്ന് ഞങ്ങൾ പത്രം കൊണ്ടുപോയി അവിടെ പള്ളികളിൽ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷുകാർക്ക് ഞങ്ങൾ വിതരണം ചെയ്യും. ആദ്യമൊക്കെ ഞങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഭയം ഉണ്ടായിരുന്നു, അവരത് വാങ്ങുമോ, അവരതെങ്ങനെ എടുക്കും, ഇവിടുത്തെ പോലെ എല്ലാവരും ഒന്നും അങ്ങനെ മേടിക്കത്തില്ല, എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് കൊടുക്കാൻ തുടങ്ങിയപ്പം എല്ലാവരും ഭയങ്കര രീതിയിൽ വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാനും അതേപോലെ ഇതെന്താണ് കാര്യം എന്നൊക്കെ അറിയാനും ഒരുപാട് ആഗ്രഹമായിട്ട് കുറേ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നു. അതുപോലെ ഉപ്പും തേനും അങ്ങനെ വിശുദ്ധ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് പോകാറുണ്ട്. അതേപോലെ അവർ പിന്നീട് ഞങ്ങൾ പള്ളിയിൽ ചെയ്യുമ്പോൾ ചോദിക്കും, പത്രമുണ്ടോ, നെക്സ്റ്റ് പത്രമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്.
പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു മാസം ഒരു ഇന്ന തുക എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റിവെക്കും. അത് കാരുണ്യ പ്രവൃത്തികൾക്കായിട്ട് ഞങ്ങൾ ഉപയോഗിക്കും. പിന്നെ വലിയൊരു കാര്യം ഉടമ്പടിയിൽ ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആത്മീയ ജീവിതമാണ്. അത് വളരെ വലിയൊരു രീതിയിൽ മാറി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. അതേപോലെ തന്നെ പുറത്തൊക്കെ ജീവിക്കുന്നവർക്കറിയാം, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾ വരുമ്പോൾ നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ചിലപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഒരു പരിപാടി ഇല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിലുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥനയിലേക്ക് പങ്കെടുക്കാം എന്നുള്ള രീതിയിൽ നിന്ന് ഇപ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ എന്തുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് ഞങ്ങൾ മാറി. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് 1000 നന്ദി. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പർ വർക്കിന് എന്തെങ്കിലും തടസ്സങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങൾ നേരിടുമ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അന്നേരം ആ പള്ളിയിൽ ഉണ്ടാകുന്ന ബൈബിൾ വായന എന്ന് പറയുന്നത് ദ ലോർഡ് വിൽ റിമെമ്പർ ഹിസ് കവനന്റ് ഫോർ എവർ എന്ന് പറയുന്നൊരു വചനമായിരുന്നു. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെയും നമ്മൾ ഉറപ്പിക്കുവാണ്, ഞങ്ങൾ ഉടമ്പടി പിന്നെയും മാതാവ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേറെ അമ്മമാവ് തന്നിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. നേർച്ച വസ്തുക്കളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഇൻ്റർവ്യൂവിന് പോയപ്പം ഉപ്പ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഞങ്ങൾ 2 പേരും ജോലിക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ഞങ്ങൾ കുരിശ് വരച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും സ്തുതി. എൻ്റെ പേര് ജോസ്മി റോവിൻ. ഞാൻ വെസ്റ്റ് ചാലക്കുടി വരുന്നു. ഞങ്ങൾ 2 പേരും കുവൈറ്റിൽ നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 7 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 2022 മാർച്ച് 11-ാം തീയതി ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അമ്മച്ചി ഓൾറെഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി അമ്മച്ചി മാതാവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അതിൻ്റെ മാതാവിൻ്റെ ആ ശക്തിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് 2022 മാർച്ച് 11-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് അത്ഭുതമായ സാക്ഷ്യം എന്ന് പറയാനായിട്ട് ഒന്നും കിട്ടിയായിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ അടുത്ത പ്രാവശ്യം ലീവിന് വന്നപ്പോൾ 2023 സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കുകയും എൻ്റെ ഹസ്ബൻഡ് റോവിൻ ആൾ പുതിയതായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ അവസരം ലഭിക്കുകയും ഈ തിരുഅൾത്താരയുടെ മുന്നിൽ നിന്ന് അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും സൈത്ത് പൂശുകയും ചെയ്തു. എന്നിട്ട് സൈത്ത് കയ്യിൽ തന്നിട്ട് അടിവയറ്റിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളമിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്തു. ഇവിടുന്ന് പോയി. അതിന് മുൻപായിട്ട് ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ എടുത്തായിരുന്നെങ്കിലും ഒന്നും ഫലമുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ഇവിടെ വന്ന ആൾക്കാരെ കയറി ബ്ലെസ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ മരുന്നും ഉടമ്പടിയും ഒരുമിച്ച് നോക്കരുത്, ഒന്നില്ലെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ ഉടമ്പടി. ഇതായിരുന്നു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തന്നത്. അതിൻ്റെ ഫലമായി ഞങ്ങൾ അതിൻ്റെ തലേ ദിവസം പോയി ഹോസ്പിറ്റലിൽ പോയി ഒത്തിരി മരുന്ന്, അതായത് ഇഞ്ചക്ഷൻ, അങ്ങനെ ഒത്തിരി മരുന്നും മേടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അത് കൊണ്ടുപോകാനുള്ള പ്ലാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആ മരുന്ന് ഉപേക്ഷിക്കുകയും കുവൈറ്റിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ആ മാസം ആ കഴിഞ്ഞ 2024 മെയ്യിൽ ഞങ്ങൾ ഞാൻ കൺസീവ് ആവുകയും അതിൻ്റെ ഫലമായി 2.5 മാസത്തോളം കണ്ടിന്യൂസ് ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബ്ലീഡിങ് ആയിരുന്നു. എന്താ പറയുക, ജോലിക്ക് കയറിയിരുന്നെങ്കിലും ആ ജോലിയിൽ ഞങ്ങൾക്ക് ലീവ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ലീവ് കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു. 2.5 മാസം കണ്ടിന്യൂസ് ലീവ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ എല്ലാം അമ്മ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുരിശിൻ്റെ അടയാളം അടിവയറ്റിലിട്ട് പ്രാർത്ഥിച്ച് എല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ജനുവരി 13 ഞങ്ങൾക്ക് ദൈവം നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിനും ദൈവകുമാരനും മഹത്വമുണ്ടാകട്ടെ. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങൾ
എല്ലാ മാസം ഓൾറെഡി ഞങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ അതിൻ്റെ ഓഹരി എല്ലാ മാസം പാവപ്പെട്ട ആരെങ്കിലും സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോഴായാലും അനാഥാലയങ്ങളിൽ പോവുകയും അവിടെ അവരെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കൃപാസന പത്രം എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊടുക്കുകയും ഉടമ്പടി പത്രം പ്രാർത്ഥിച്ചു കൊടുക്കുകയും ഒരു ദിവസം ചാലക്കുടിയിൽ ഞങ്ങൾ നല്ല മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഉടമ്പടി പത്രം കൊണ്ട് ഞങ്ങൾ പോയി. ഞാൻ ഹസ്ബൻഡ് റൈറ്റ് സൈഡിക്കും ലെഫ്റ്റ് സൈഡിക്കും. പക്ഷേ പത്രം നമ്മൾ പ്രേക്ഷിത പത്രം കൊടുക്കുകയാണെങ്കിലും അവർ പറയും ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കുറേ പേര്. അതുപോലെ ഞങ്ങൾ ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ഞങ്ങളെ കയറ്റിയില്ല. പ്രേക്ഷിത പത്രം വേണ്ട, ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ അവിടെ നാണം കെട്ട് ഇറങ്ങി പോകുന്നെങ്കിലും അതെല്ലാം അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടി ഞങ്ങൾ നയിച്ചതിൻ്റെ ആ ശക്തിയുടെ ബലത്തിൽ ഞങ്ങൾ വീണ്ടും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തായിരുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കൂടുകയും അതുപോലെ തന്നെ ഞങ്ങളാലാവുന്ന സഹായം മറ്റുള്ളവർക്ക് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും സ്തുതി. അതുപോലെ ഞാൻ ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു താൽക്കാലിക, അതായത് ഇവിടുന്ന് കുവൈറ്റിലേക്ക് പോയതിന് ശേഷം അവിടെ ഒരു താൽക്കാലിക പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അത് സ്ഥിരമായൊരു ജോലി ആയിരുന്നില്ല. അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചായിരുന്നു എനിക്കൊരു സ്ഥിര വരുമാനമുള്ളൊരു ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് ഒരു അണ്ടർ എമോയിച്ച്, അതായത് ഫുൾ മിനിസ്ട്രി അല്ല, അണ്ടർ എമോയിച്ച് ആയിട്ട് അതിലേക്ക് ഒരു ഇൻ്റർവ്യൂ വഴി കയറുകയും പിന്നീട് ആ അണ്ടർ എമോയിച്ച് ആ സ്ഥാപനം അവർ മിനിസ്ട്രി കൊടുക്കണോ അതോ അവർ പ്രൈവറ്റിന് കൊടുക്കണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കായിരുന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവർ മിനിസ്ട്രി ഏറ്റെടുക്കുകയും അങ്ങനെ അതിൽ സ്ഥിര വരുമാനമായിട്ടുള്ള മിനിസ്ട്രി, ഇപ്പോൾ അത് മൊത്തം മിനിസ്ട്രി എടുത്ത് മിനിസ്ട്രി ജോലി ലഭിക്കുകയും ചെയ്തു. അതിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. തിരുകുമാരനും അമ്മ മാതാവിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് 7 വർഷം കുട്ടികളെ ഇല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് നടന്നു. ഞങ്ങൾ പല ഹോസ്പിറ്റലുകളും കാണിച്ചു, മരുന്നുകൾ കഴിച്ചു, എന്നാലും ഒരു ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ സബൈൻ ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അവിടെ ഡോക്ടർ പറഞ്ഞു IVF അല്ലെങ്കിൽ IUI ചെയ്താലാണ് അടുത്ത ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പം ഞങ്ങൾക്ക് അത് ചെയ്യാൻ ടൈമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി അടുത്ത തവണ വരുമ്പോൾ ഞങ്ങൾ IUIയോ അതോ IVFോ ഏതാണെങ്കിലും ഏതാണെന്ന് വെച്ചാൽ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ 1 വർഷത്തേക്ക് നമുക്ക് ലീവിന് പോകുമ്പോൾ 1 വർഷത്തേക്കുള്ള മെഡിസിൻസ് അവർ തന്നു കിട്ടും. പിന്നെയാണ് ഞങ്ങളിവിടെ വന്ന് മാതാവിനെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത്. അപ്പോൾ അന്ന് ജോസഫ് അച്ഛനെ കാണാൻ പറ്റി. ജോസഫ് അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഒന്നുകിൽ മെഡിസിൻ കഴിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോവുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഗർഭപാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുഞ്ഞിന് കിട്ടും. ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ അന്ന് ഒരു കാശ് രൂപം തന്നു. അത് വയറ്റിൽ സൈത്ത് കുറ്റി പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു. അത് ആ കാശ് രൂപം പില്ലോടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ, പിന്നെ ഡെയിലി പ്രാർത്ഥനകൾ ചൊല്ലാനൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളെല്ലാം അതുപോലെ തന്നെ നിർവഹിച്ചു. ഉടമ്പടി ഓൺലൈനായിട്ട് പുതുക്കുകയും എല്ലാം ചെയ്തു പോന്നു. ദൈവകൃപയാൽ അതിൻ്റെ പിന്നത്തെ വർഷം തന്നെ യാതൊരുവിധ ട്രീറ്റ്മെൻറ്റും കൂടാതെ എല്ലാ മെഡിസിനുകളും ഞങ്ങൾ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. കാരണം അച്ഛൻ പറഞ്ഞിരുന്നു മെഡിസിൻ ഒന്നുകിൽ മെഡിസിൻ അല്ലെങ്കിൽ പ്രാർത്ഥന. ഞങ്ങൾ പ്രാർത്ഥനയുടെ മാർഗം തിരഞ്ഞെടുത്തു. ദൈവം ഞങ്ങൾക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. കുഞ്ഞിൻ്റെ പേര് ലൂക്ക ഐസക്ക്. ദൈവമാതാവിനെ സ്തുതി. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2019 ഡിസംബർ 20-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്ത് ഈ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പരിശുദ്ധ അമ്മയോട് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് എൻ്റെ കുടുംബത്തിന് വലിയ അനുഗ്രഹങ്ങൾ തന്നു. ഈ 2 മക്കളിൽ ഒരാൾക്ക് 2 മക്കളെ തന്നു. ഒരു മകന് കുഞ്ഞുണ്ടായില്ല. അപ്പം ഞങ്ങൾ
ദൈവത്തിൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും ഇഷ്ടമുള്ള പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞിനെ തന്നാൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അമ്മ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പരിസമ്മയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയ്ക്ക് മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ദൈവമാതാവിനും ഈശോയ്ക്കും അനന്തമായ നന്ദി. എൻ്റെ പേര് രജിത നാരായണൻ. എൻ്റെ കൂടെയുള്ളത് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡുമാണ്. ഞാൻ കഴിഞ്ഞ നവംബറിൽ 2024 നവംബറിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനും ഒത്തിരി മുമ്പേ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ദിവസവും അവിടുത്തെ ചാപ്പലിലൊക്കെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2003-2004 കാലഘട്ടം മുതൽ തന്നെ കൊന്തയൊക്കെ ജപിക്കുമായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ദിവ്യരഹസ്യങ്ങളോ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണമോ ഒന്നും അറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ കൊന്ത ജപിക്കുമായിരുന്നു. എല്ലാത്തിനും മാതാവിൻ്റെ സഹായവും കൂട്ടും എനിക്കുണ്ടായിരുന്നു. എൻ്റെ യാത്രകളിലും എൻ്റെ ജോലിയിലും ഇൻ്റർവ്യൂസിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, ജോലിക്കുള്ള ഇൻ്റർവ്യൂസിലും എല്ലാത്തിലും മാതാവിൻ്റെ സഹായം അന്ന് മുതലേ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ജീവിതാനുഭവങ്ങളിൽ പ്രശ്നങ്ങൾ വന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥന കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു. മാതാവിനെ വിട്ടുപോയതല്ല, പക്ഷേ അന്നത്തെ ഒരു സങ്കടം കാരണം അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാതെ പോയതാണ്. കോവിഡ് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ എനിക്ക് കൃപാസന മാതാവിൻ്റെ പേപ്പർ ലഭിച്ചു. ആ പത്രം ഞാൻ വീട്ടിലേക്ക്, അത് ഞാൻ ദിവസം ഓഫീസിൽ പോയിട്ട് വന്നിറങ്ങുന്ന ഒരു കപ്പേളയുണ്ട്, കപ്പേളയുടെ സ്റ്റോപ്പാണ്. അവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ കപ്പേളയിൽ നിന്ന് പത്രം ലഭിക്കും. ആ പത്രം ഞാൻ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചു. അപ്പോഴും ഇങ്ങനെ കൃപാസനത്തിനെ കുറിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഉടമ്പടിയെ, ആർക്കൊക്കെ ഉടമ്പടി എടുക്കാം, അതിന് ചിട്ടകൾ എന്തൊക്കെയാണ്, ആ വക കാര്യങ്ങളെക്കുറിച്ച് അത്ര ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ മൊബൈലൊക്കെ നോക്കുമ്പം മാതാവിൻ്റെ കുറച്ച് സാക്ഷ്യങ്ങൾ, അതുപോലെ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് ഞാനും എൻ്റെ അമ്മയും കാണുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനെ കണ്ട് ആ പ്രാർത്ഥന നമ്മൾ ഫോളോ ചെയ്തു പോന്നു. ഇപ്പോൾ 2024 നവംബറിൽ ഉടമ്പടി എടുത്തെങ്കിലും അതിന് 1 വർഷം മുമ്പേ മുതലേ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ ഫോളോ ചെയ്തു പോന്നു. പ്രഭാത പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി പ്രാർത്ഥന മാത്രം ഈവനിങ് പ്രാർത്ഥിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷേ ആശയപരമായ ഉടമ്പടി എന്നൊരിക്കൽ അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ ഞാൻ ഫോളോ ചെയ്ത് പോന്നിരുന്നു. ഇവിടെ എല്ലാം പറ്റുമ്പോഴൊക്കെ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങി എല്ലാവർക്കും കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം 2024 നവംബർ ആയപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിന് ഒരു ഉടമ്പടി എടുക്കേണ്ട പോലത്തെ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ വന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ തന്നെ ചോദിച്ചു, ഉടമ്പടി എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ എന്നാൽ കൂട്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുവരാൻ തീരുമാനിച്ച ഞാൻ വീട്ടിൽ അനുവാദം ചോദിച്ചു, ഞാനും കൂടി ഉടമ്പടി എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ സമ്മതിച്ചു. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം നടന്ന കുറേ കാര്യങ്ങൾ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളെക്കാളും കൂടുതൽ എനിക്ക് ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങൾക്കാണ് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു കാര്യം, ഉടമ്പടിയിൽ വെച്ചൊരു കാര്യത്തിൽ എനിക്ക് അനുഗ്രഹം കിട്ടിയത് ഞാൻ ആദ്യം തുടങ്ങാം. അതിലൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സാലറി, അദ്ദേഹം ട്രിവാൻഡ്രത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം. അതിനുശേഷം എയർലൈൻ ഫീൽഡിലായിരുന്നു. അതിനുശേഷം ട്രിവാൻഡ്രത്തുനിന്ന് കൊച്ചിയിലേക്ക് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞപ്പോൾ ലേറ്റ് മാരേജ് ആയിരുന്നു. അതിനുശേഷം ട്രിവാൻഡ്രത്തുനിന്ന് കൊച്ചിയിലേക്ക് വന്ന സമയത്ത് ഒരു ജോലി കിട്ടിയിട്ടാണ് വന്നത്. ഒരു ഡൊമസ്റ്റിക് എയർലൈൻ ആയിരുന്നു. പക്ഷേ ആ എയർലൈൻ ഒരു 6 മാസത്തിനുള്ളിൽ ക്ലോസ് ആയിപ്പോയി. പിന്നെ ഒരു 2 ഇയേഴ്സിൽ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെ ദൈവാനുഗ്രഹത്തിൽ കിട്ടി. പക്ഷേ അപ്പോഴും സാലറി എന്ന് പറയുന്നത് നോമിനലായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആൾക്ക് ജോലിക്കും പൊസിഷനും റെപ്യൂട്ടേഷനും ഉണ്ട്, പക്ഷേ സാലറി വൈസ് വളരെ മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷയം നമ്മൾ ഉടമ്പടിയിൽ നിയോഗത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചു പോന്നു, പ്രാർത്ഥിച്ചു പോന്നു. ഞാൻ നവംബറിൽ വന്ന് ഉടമ്പടി എടുത്തു. ജാനുവരി ആയപ്പോഴേക്കും നമുക്ക് ഒരു അത്ഭുതം സംഭവിക്കുന്ന പോലെ, കാരണം ഒരു 5 വർഷത്തോളമായ ആ എയർലൈനിൽ കയറിയിട്ട്, പക്ഷേ എല്ലാ തവണയും പെർഫോമൻസ് വൈസ് നന്നായിട്ടുണ്ട്, പക്ഷേ സാലറി വരുമ്പം കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇല്ല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ജനുവരിയിൽ അവരുടെ HR ടീം കൊച്ചിയും ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്തു.
എല്ലാവർക്കും സാലറി ഹൈക്ക് ഒരു സിഗ്നിഫിക്കൻ്റ് ഇൻക്രീസ് എല്ലാവർക്കും കൊടുത്തു. അത് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്നതിൻ്റെ ഡബിളിനേക്കാളും കൂടുതൽ മാതാവ് അനുഗ്രഹിച്ച് സാലറി കൊടുത്തു. അപ്പോൾ അതൊരു വലിയ സാക്ഷ്യമാണ്. അത് അന്ന് മുതൽ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന സാക്ഷ്യമാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് പറയാനായിട്ട്. പിന്നെ ഉണ്ടായ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് ഒരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ സമയത്ത്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിൽ കൂടിയും ആണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ റിസൾട്ടിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ തന്നെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ എല്ലാം ഭംഗിയായി, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കിട്ടുകയും ചെയ്തു. പിന്നെ സർജറിക്ക് ശേഷമുണ്ടായിരുന്ന കുറച്ച് ആഫ്റ്റർ ഇഫക്ട്സ് പോലെ അമ്മയ്ക്കുണ്ടായിരുന്നു. ഈ പ്രഷർ, ഷുഗറൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുക, അതുപോലെ ഹാർട്ട് ബീറ്റ്, പൾസ് റേറ്റ് കുറയുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ മാത്രമാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്തത്, അല്ലാതെ മെഡിസിൻസ് ഒന്നും എടുത്തിട്ടില്ല. ആ ഒരു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പൾസ് റേറ്റ് കാര്യങ്ങളൊക്കെ ഫിക്സായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ പോകുന്നുണ്ട്. അതുപോലെ സർജറിക്ക് ശേഷം അമ്മയുടെ മുഖത്തിന് ഇങ്ങനെ നീര് വന്നിട്ടുണ്ടായിരുന്നു. നീര് ഇടയ്ക്കിടയ്ക്ക് വരുന്നു, ഒരു 2-3 വട്ടം നീര് വന്നായിരുന്നു. അപ്പോൾ നമുക്കത് എന്താണ് ചെയ്യേണ്ടതെന്നൊരവസ്ഥ അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറെ അടുത്ത് പോകാനാണെങ്കിൽ അമ്മ കൂട്ടാക്കൊന്നുമില്ല. അവസാനം നമ്മൾ ഉടമ്പടി വസ്തുക്കൾ മാത്രം യൂസ് ചെയ്തിട്ട്, തൈലവും ഉപ്പും മാത്രം യൂസ് ചെയ്തിട്ട് അമ്മയുടെ മുഖത്തെ ആ നീരും മാറിക്കിട്ടി. 3 പ്രാവശ്യം വന്നു. പിന്നെ അതിനുശേഷം ഇതുവരെ വന്നിട്ടേ ഇല്ല അമ്മയ്ക്ക്. അതുപോലെ വേറൊരു സാക്ഷ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഹസ്ബൻഡിന് ബാക്കിലൊരു ആബ്സസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ ഒരു ഇൻസിഷൻ വേണം, സർജിക്കൽ പ്രൊസീജിയർ വേണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞൊരു കേസായിരുന്നു. പക്ഷേ അത് വേണ്ടി വന്നില്ല. അത് മാത്രമല്ല, പിന്നീട് ഒരിക്കൽ അത് തന്നെത്താനെ അത് പൊട്ടിപ്പോയി. ഇപ്പം അത് ഒന്ന് ഹീലായിക്കൊണ്ടിരിക്കുന്ന, ആ മുറിവ് ഹീലായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും മാതാവിൻ്റെ നേർച്ച വസ്തുക്കളുടെ ഒരു ഉപയോഗം, അതിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇനിയൊന്ന് പറയാനുള്ളത്, എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയ അനുഗ്രഹമാണ്. അതൊരിക്കലും ഞാൻ നിയോഗമായിട്ട് പോലും വെച്ച ഒരു കാര്യമല്ല. ഞാൻ ഒരിക്കൽ മാത്രം അങ്ങനെ ഇടയ്ക്ക് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയില്ല, അതുപോലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ പ്രൊമോഷൻ സംബന്ധിച്ച ഒരു കാര്യം. ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കൊരു ഗ്രേഡ് ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നെക്സ്റ്റ് ഇയർ ഒരു റാങ്ക് ചേഞ്ച് കിട്ടാൻ ഭയങ്കര പാടാണ്, പ്രത്യേകിച്ചും ഞങ്ങളുടെ ടീമിനും ഞങ്ങളുടെ ഓർഗനൈസേഷനിലും. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ പക്ഷേ എൻ്റെ കൂടെ തന്നെയുണ്ട് ഒരു സെയിം ഗ്രേഡിൽ 5 വർഷമൊക്കെ ആയിട്ട് ചേഞ്ചൊന്നും ഇല്ലാതെ നിൽക്കുന്നവരുമുണ്ട്. അപ്പോൾ അവരൊന്നും കേപ്പബിൾ അല്ലാഞ്ഞിട്ടല്ല, അവർക്ക് കിട്ടുന്നില്ല. അത് അത്ര ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഞാനിങ്ങനെ ഒരിക്കൽ എൻ്റെ മേശപ്പുറത്ത് തന്നെ മാതാവ് ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ മാതാവിൻ്റെ രൂപം ഞാൻ വച്ചിട്ടുണ്ട്. ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന മേശപ്പുറത്ത് മാതാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ പറഞ്ഞു, മാതാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാതാവ് വിചാരിച്ചാൽ എനിക്കത് കിട്ടും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിപ്പോർട്ടിംഗ് മാനേജർ വന്നിട്ട് പറഞ്ഞു, എന്നെ പ്രൊമോഷന് ഈ തവണ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് സർപ്രൈസായിരുന്നു. അത് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണ്. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈ സമയത്തിനുള്ളിൽ മാതാവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം മാതാവിനോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അമ്മ എന്നോട് ജോലി കിട്ടിയ കാലം മുതലേ പറയുമായിരുന്നു, നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യണം എന്ന് പറയുമായിരുന്നു. അത് ഫോളോ ചെയ്തിട്ട് ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള ഒക്കേഷൻസിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് തുടങ്ങിയത് പിന്നെ എനിക്ക് മാതാവ് ആ ഒരു സമയമാകുമ്പോഴേക്കും കറക്റ്റായിട്ട് എനിക്കൊരാളെ ആളെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ എനിക്ക് കാണിച്ചു തരും, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതുപോലെ ഇപ്പോൾ ആരെങ്കിലും രോഗികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. അതുപോലെ ഇതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മാർക്കറ്റിൽ ആ ഭാഗത്തൊക്കെ പോയിട്ട് ഞാനും ഹസ്ബൻഡും ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു ആവശ്യമുള്ളവർക്കൊക്കെ. അപ്പോൾ അതുപോലെ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മളുടെ അടുത്തുള്ള ചില എന്താ പറയുക പ്രായമായ ആളുകൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, നമ്മളവിടെ പോയി അവരെ സന്ദർശിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ
എൻ്റെ ഇന്ന് എന്താ പറയുക, എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരു വീക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ മാതാവ് എനിക്ക് കറക്റ്റായിട്ട് ആളെ മുന്നിൽ കൊണ്ട് തരാറുണ്ട്. പിന്നെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ രാവിലെ അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന കൃത്യമായിട്ട് കൂടാറുണ്ട്. പിന്നെ ബൈബിള് വായിക്കാറുണ്ട്. ബൈബിൾ വായനയിലായിരുന്നു ഞാൻ ഇത്തിരി പുറമോട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. അതുപോലെ വൈകിട്ട് കൊന്ത ജപിക്കും കൃത്യമായിട്ട്. അതുപോലെ കിടക്കുന്നതിന് മുമ്പേ സായന പ്രാർത്ഥന എന്തായാലും ചൊല്ലിയിരിക്കും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. അതുപോലെ മുമ്പൊന്നും എനിക്ക് വചനം അങ്ങനെ മനസ്സിലാവില്ലായിരുന്നു. ഇപ്പോഴും കാര്യമായിട്ട് മനസ്സിലാവുമെന്ന് വെച്ചാൽ അറിയില്ല, പക്ഷെ അച്ഛൻ വ്യാഖ്യാനിച്ചു തരുന്നത് എനിക്ക് മനസ്സിലാവാറുണ്ട്. പിന്നെ ഞാൻ ബൈബിള് വായിക്കാറുണ്ട്. ബൈബിളിൽ വായിക്കുമ്പോൾ ചില വചനങ്ങൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നാറുണ്ട്. നമ്മളെ സഹായിക്കും കർത്താവ്, നമ്മളുടെ വലതുകരം പിടിച്ചിരിക്കും. ഏശയ്യ 41:13 പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് നമ്മളുടെ വലതുകരം പിടിച്ച് നമ്മളെ കൈ പിടിച്ച് നടത്തും, നമ്മളെ സഹായിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ തന്നെ ഒരു ബുക്കുണ്ട് എനിക്ക്. അതിൽ ഞാൻ വചനമൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. ഞാൻ നിരാശ അല്ലെങ്കിൽ വിഷമം തോന്നുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ ആ ബുക്ക് എടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത് എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ മുമ്പ് എനിക്ക് കൊന്തയൊന്നും ജപിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ പറയുമ്പോൾ മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് ശേഷം ഞാൻ നെറ്റിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ദിവ്യരഹസ്യങ്ങളൊക്കെ ചൊല്ലി കൊന്ത ചൊല്ലാനൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അച്ഛൻ്റെ പ്രസംഗത്തിൽ കൂടെയും അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലൂടെയും എനിക്ക് ഉത്തരങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഇതാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഉടമ്പടി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതചര്യയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഉടമ്പടി കൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം തുടരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും മാതാവിനോടും കർത്താവിനോടും തേടുന്നു. അതുപോലെ ഇതുവരെ തന്നിട്ടുള്ള ഈ നിമിഷം വരെ ഉടമ്പടിയിലായിരിക്കുമ്പോഴും അതിനു മുൻപും തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കർത്താവിനോടും മാതാവിനോടും ഞാൻ. എൻ്റെ പേര് ജോമോൾ ടിജോ. ഞാൻ ഉല്ലല സെൻറ്റ് ലിറ്റിൽ ഫ്ലവർ ചർച്ച് വൈക്കം താലൂക്ക് സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, നമ്മുടെ ഒരു ബന്ധു ഇവിടെ ഉടമ്പടി ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടെന്ന് അറിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പം ഇവിടെ അന്ന് ആരാധന നടക്കുന്ന സമയമായിരുന്നു. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പുറകിൽ ആ ഗേറ്റിൻ്റെ അവിടെയാണ് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയത്. എല്ലാവരും നിൽക്കുമായിരുന്നു, ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, കാലിന് മരവിലുള്ളവർ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാലിന് മരവിലുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛൻ്റെ അടുത്ത പ്രാർത്ഥന, ആധാരം പ്രശ്നമുള്ളവരും ആധാരം ഭാഗം ചെയ്ത് കിട്ടാത്തവരും എല്ലാവരും അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതായിരുന്നു. ആരാധന തീരുന്ന സമയത്തായിരുന്നു ഞാൻ വന്നത്. ആരാധന കഴിഞ്ഞതേ ഞാൻ പോയി ഉടമ്പടി എടുത്ത് അന്ന് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം എനിക്ക് ഈ പച്ചത്തിരി നീലത്തിരി കത്തിക്കുന്നതിൽ ഡൗട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കൈപ്പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ആ ഡൗട്ടെല്ലാം മാറി. ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ തന്നെ എന്നെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ RMO വിളിച്ചിട്ട് NHM നേഴ്സായിട്ട് ജോലി ഞാൻ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെൻ്റെ ജോലി 2 ദിവസം മുമ്പ് അതിൻ്റെ കരാർ തീർന്നായിരുന്നു. അപ്പം അത് വീണ്ടും ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് തന്നെ വിളിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് NHM നേഴ്സായിട്ട് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം 2019 ഉടമ്പടി എടുത്ത ആദ്യത്തെ 3 മാസത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പെട്ടെന്ന് ഭയങ്കര ഒരു ശക്തി വന്നു. എനിക്ക് പെട്ടെന്ന് ഞാൻ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് MSc നഴ്സിംഗ് പഠിക്കണമെന്നൊരാഗ്രഹം ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ, ഉടമ്പടി എടുത്തൊരു 3 ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്നൊരാഗ്രഹം തോന്നി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം ആ ആഴ്ചയിൽ തന്നെ ന്യൂസ് പേപ്പറിൽ MSc നഴ്സിങ്ങിനുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഞാനപ്പോൾ ഉടമ്പടി കാശ് രൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ MSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം എഴുതി, അത് ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ MSc നഴ്സിങ്ങിന് പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളുമായി സെപ്റ്റംബർ 24 തന്നെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ NHM ആയിട്ട് ഞാൻ 3 മാസം വൈക്കം താലൂക്ക് ആശുപത്രി ജോലി ചെയ്ത് 17,500 രൂപ അതേ സാലറിക്ക് തന്നെ എനിക്ക് MSc നഴ്സിംഗ് പഠിക്കാൻ ഗവൺമെൻറ് കോളേജിൽ അവസരം കിട്ടി. ഞാനപ്പോൾ ഈ ഉടമ്പടി പ്രാർത്ഥനകൾ അച്ഛൻ്റെ സ്പീച്ചുകളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ഈ 3 മാസം ഞാൻ ആദ്യത്തെ ആ ഉടമ്പടിയുടെ 3 മാസം ഞാൻ എല്ലാം പത്രം കുറച്ചൊക്കെ ബാലൻസ് വന്നു. അന്നൊന്നും എനിക്ക് വലിയ ബോധ്യമില്ലായിരുന്നു. കുറച്ച് ബാലൻസൊക്കെ വന്നു. പിന്നെ ഞാൻ ഈ ഉടമ്പടി തൈലം
ഉപ്പ്, നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. തേന്, കാശുരൂപമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് രാവിലെ എന്നും 5:30 അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും, രാത്രിയിലെ പ്രാർത്ഥന ചെല്ലും, എന്നും പള്ളിയിൽ പോകും, രണ്ട് ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. അങ്ങനെയൊക്കെ ചെയ്തു. എല്ലാ ശനിയാഴ്ചയും ഞാൻ ഉപവാസം എടുക്കും. അങ്ങനെ 3 മാസം കഴിഞ്ഞ് നമ്മൾ ഉടമ്പടിയിൽ നിന്ന് ഉടമ്പടി 3 മാസമാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഉടമ്പടിയിൽ നിന്ന് പതുക്കെ ഇതായെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഈ അച്ഛൻ്റെ സ്പീച്ച് കേൾക്കുകയും ബൈബിൾ വായന 1/2 മണിക്കൂറും ഡെയിലി മാസും എല്ലാം കുമ്പസാരവും എല്ലാ ശനിയാഴ്ച ഫാസ്റ്റിംഗ് എടുക്കലും എല്ലാം കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 2 വർഷം MSc നഴ്സിംഗ് പഠിച്ചു. പക്ഷേ ഞാൻ ആദ്യത്തെ 3 മാസം ഞാനിവിടെ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ എൻ്റെ ബ്ലീഡിങ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം പെട്ടെന്ന് സ്റ്റോപ്പായി. ഞാൻ 2016 തൊട്ട് ഒരു 3 വർഷം ഞാൻ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 10 ദിവസം കൂടുമ്പോൾ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുമായിരുന്നു. അപ്പം ഈ ബ്ലീഡിങ് ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ ബ്ലീഡിങ് പ്രോബ്ലം സ്റ്റോപ്പായി. അതുകൊണ്ട് എനിക്ക് ആ 2 വർഷം MSc നഴ്സിംഗ് സ്മൂത്തായിട്ട് പഠിക്കാൻ പറ്റി. ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ 2 വർഷം കോഴ്സ് തീരുന്ന ഒരു 6 മാസം മുമ്പ് ഞാൻ മറന്നുപോയി, ഉടമ്പടിയുടെ പകുതി കാര്യങ്ങൾ മറന്നുപോയി. ഞാൻ പതുക്കെ ഉടമ്പടിയിൽ നിന്ന് വിടാൻ പോകുമായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്തോ ഉടമ്പടിയുടെ എല്ലാം തന്നെ വിട്ടു. ഫാസ്റ്റിങ്ങും എനിക്ക് എടുക്കാൻ പറ്റാണ്ട് എനിക്ക് അൾസർ പ്രോബ്ലംസ് ഒക്കെ വന്ന് എന്തോ ഞാൻ അങ്ങനെ പൂർണ്ണമായി വിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഈ ബ്ലീഡിങ് പ്രോബ്ലം ഉണ്ടായി. അപ്പം ഞങ്ങൾ കാരിത്താസിൽ ബാബു എന്ന് പറയുന്ന സാറിനെ കാണിച്ചു. ലാപ്രോസ്കോപ്പി വഴി മയോമ ഉണ്ടെന്ന് പറഞ്ഞ് ലാപ്രോസ്കോപ്പി വഴി നോക്കിയപ്പോൾ മയോമയൊന്നും ഇല്ല, എൻഡോമെട്രിയോസ് ആണെന്ന് പറഞ്ഞ് ബ്ലീഡിങ് വരാതിരിക്കാൻ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. 6 മാസത്തേക്ക് ഇനി നിനക്ക് ബ്ലീഡിങ് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം വീണ്ടും എന്നെ 6 മാസത്തേക്കും കൂടി ബ്ലീഡിങ് ഇല്ലാണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ബ്ലീഡിങ് പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞ് കോഴ്സെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉടമ്പടിയുടെ കാര്യമെല്ലാം മറന്നുപോയല്ലോ. പിന്നെ ഞാൻ MSc നഴ്സിംഗ് കോഴ്സ് തീർന്നു. അപ്പോൾ ആദ്യത്തെ ഈ 3 മാസത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ഗവൺമെൻറ് ജോബ് ഈശോ സ്ഥിരമാക്കി തന്നായിരുന്നു. ഒരു 88 റാങ്കിൽ ഞാനൊരു PSCയിൽ ഗവൺമെൻറ് നേഴ്സ് ഒരു ഇതിൽ കിടപ്പുണ്ടായിരുന്നു. അതെനിക്ക് ഈ ആദ്യത്തെ 3 മാസം തന്നെ എനിക്ക് ആ പോസ്റ്റ് കിട്ടി, അഡ്വൈസ് മെമ്മോ കിട്ടി, കയ്യിലുണ്ട്. ഞാൻ MSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആക്കി. പിറ്റേ ദിവസം സെപ്റ്റംബർ 23 കോഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. 24 തന്നെ ഗവൺമെൻറ് ജോബും ദൈവം തന്നു. അങ്ങനെ ഞാൻ അതിന് ചേർന്ന് വൈക്കത്ത് ആശുപത്രിയിൽ വീണ്ടും ഗവൺമെൻറ് നേഴ്സായിട്ട് PSCയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ബ്ലീഡിങ് പ്രോബ്ലം നമ്മളെ അലട്ടാൻ തുടങ്ങി. അപ്പോൾ ബ്ലീഡിങ് കാരണം പലതവണ നമ്മൾ ഈ ബാബു എന്ന് പറയുന്ന ഡോക്ടറെ കാരിത്താസിൽ കാണിച്ചു. അതിൻ്റെ നമുക്ക് 21 ദിവസം റെഗുലർ ആകാൻ കുറേ ഹോർമോൺ ടാബ്ലറ്റ് തരും. അത് കഴിച്ച് ആ 1 മാസം റെഗുലർ ആയിരിക്കും ബ്ലീഡിങ്. പിന്നെ ആ 3 ദിവസത്തെ പീരീഡ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ ഗുളിക സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 3 മാസത്തോളം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഹോർമോൺ ടാബ്ലറ്റ് ഒന്നും തരാൻ പറ്റത്തില്ല, ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ കൂടുതലാണെങ്കിൽ നമുക്കത് യൂട്രസ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ഹസ്ബൻഡ് പറഞ്ഞിട്ട് നമുക്ക് കൃപാസനം ഒന്ന് പോകാമെന്ന്. അപ്പോഴാണ് വീണ്ടും ഈ ഉടമ്പടിയുടെ കാര്യം ഓർക്കുകയും വീണ്ടും വരികയും ചെയ്യുന്നത്. അങ്ങനെ പിന്നെ 2022 തൊട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിച്ചു വരികയാണ്. 2022 ഉടമ്പടി പുതുക്കി. പിന്നെ എനിക്ക് വീണ്ടും ഈ ബ്ലീഡിങ് പ്രോബ്ലം അങ്ങ് സഡൻ ബ്രേക്ക് ഇട്ട പോലെ സ്റ്റോപ്പായി. പിന്നെ ഇതുവരെ നമുക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലമായിട്ട് ഡോക്ടറെ കാണാൻ പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഈ റൈറ്റ് ഇവിടെ സ്ഥലത്ത് ഫ്ലാങ്ക് റീജിയനിൽ ഒരു ഓവേറിയൻ സിസ്റ്റ് ഉള്ളതുകൊണ്ട് വേദന ഉണ്ടായിരുന്നു. ആ വേദനയെല്ലാം പോയി. പിന്നെ ഒരു ദിവസം അച്ഛൻ്റെ ആരാധന, എനിക്ക് ഓട്ടോഇമ്യൂൺ ഡിസീസ് തൈറോയിഡൈറ്റിസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ജോയിൻറ്റ് പെയിൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ ആരാധനയെ പറഞ്ഞു വലത് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയുള്ളവരുടെ വേദന പോകുന്നു. അപ്പോൾ ഞാൻ ഈ വലത് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനത് വിശ്വസിച്ച് എനിക്ക് പഴയ ഒരു ആരാധന കേട്ടെ, ഞാൻ വിശ്വസിച്ചത് എൻ്റെ ഉപ്പൂറ്റിയുടെ വേദനയാണ് അച്ഛൻ പറയുന്നതെന്ന് വിചാരിച്ച് ഞാനതങ്ങ് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് പതുക്കെ ആ വേദന മാറി. 1 മാസത്തിനുള്ളിൽ തന്നെ ആ ഉപ്പൂറ്റി വേദന പോയി. ഇപ്പം എനിക്ക് 2 വർഷമായിട്ട് ഉപ്പൂറ്റി വേദന ഇല്ല. പിന്നെ എനിക്ക് അതുപോലെ ഈ അച്ഛൻ്റെ ആരാധനയിൽ ഓരോ ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയുമ്പോൾ ഞാൻ അടുക്കളയിലാണല്ലോ എപ്പോഴാണല്ലോ ഈ സ്പീച്ച് കേൾക്കുന്ന സമയത്തൊക്കെ ഫുള്ള് പ്രാർത്ഥിക്കും. കാരണം എനിക്ക് ഫുള്ള് വേദനകളാണ്. റൈറ്റ് നീ ജോയിൻറ്റ് പെയിൻ അങ്ങനെ മാറിക്കിട്ടി, ഈ ഫ്ലാങ്ക് റീജിയനിലുള്ള പെയിൻ മാറിക്കിട്ടി. കഴിഞ്ഞ ദിവസം ഈ വർഷം ജനുവരി തൊട്ട് എനിക്ക് മൈഗ്രെയിൻ പോലത്തെ ഒരു ഹെഡേക്ക് ആയിരുന്നു. എപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പം ഹെഡേക്ക് കാരണം ഛർദ്ദിക്കാൻ വരുമോ, എന്തെങ്കിലുമൊക്കെ പാരസെറ്റാമോൾ കഴിച്ചാൽ നൈറ്റ് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഞാൻ ഉടമ്പടി തൈലം എപ്പോഴും ഉപയോഗിക്കും. ഈ 2022 തൊട്ട് എന്നും ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിക്കും. തേന്, ഉപ്പ്, കാശുരൂപ ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ട് എപ്പോഴും. ഞാൻ കാശുരൂപമൊക്കെ എന്നും ബാഗിലുണ്ടാകും. ഉപ്പും തേനൊക്കെ മനസ്സിൽ മാതാവ് കൊടുക്കാൻ പറയുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കും നമ്മുടെ കൂടെയുള്ള സ്റ്റാഫിനും ഒക്കെ ഞാൻ കൊടുക്കും. 5 കൃപാസന പത്രം എപ്പോഴും നമ്മുടെ ബാഗിലുണ്ടാകും. അങ്ങനെ ഈ 2020 എല്ലാ ആഴ്ചയിലും ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും. അതുകൂടാണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ള ഉടമ്പടി ധ്യാനവും സാക്ഷ്യങ്ങൾ കേൾക്കൽ കുറവായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കാണ് എനിക്ക് കഴിഞ്ഞ 3 മാസം പുതുക്കലിനാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായത്. ആ സാക്ഷ്യങ്ങൾ അങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ 2019 തൊട്ട് നമുക്ക് ഗവൺമെൻറ് ജോബും ബ്ലീഡിങ് എല്ലാം മാറി MSc പഠിക്കാൻ പറ്റി. എങ്കിലും നമുക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം വന്നില്ല, നമുക്ക് മനസ്സിൽ തോന്നിയില്ല. ഇപ്പോഴാണ് നമുക്ക് ഈ പ്രത്യക്ഷീകരണം സാക്ഷിയാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് സാക്ഷിയാകാൻ ഇവിടെ സാധിച്ചത്. ഞാൻ ഇപ്പം സാക്ഷ്യം പറയാൻ കാരണം ഈ ലാസ്റ്റ് ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കും
അപ്പം ഞാൻ ആദ്യം വന്നപ്പോഴേ അച്ഛനോട് അനൗൺസ് ചെയ്യല്ലോ, ആധാരത്തിന് പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. അപ്പോൾ ഈ 3 മാസം മുമ്പ് ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് ഈ ഡെയിലി ബ്രെഡിലെ പ്രെയർ എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടായിരുന്നു. കാരണം നമ്മൾ പാസീവായിട്ടിരിക്കുന്നു, അച്ഛൻ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ അതൊരു ദിവസം കൊച്ചിന് വയറിളക്കം വന്ന് രാത്രി മുഴുവൻ വയറിളക്കമായി. ഏപ്രിൽ വിഷുവിന്, ഈ വർഷം ഏപ്രിൽ, അപ്പോൾ വിഷുവിൻ്റെ രാത്രിയാണ്. അപ്പം ഏപ്രിൽ തലേദിവസം, പിറ്റേ ദിവസം വിഷുവാണ്, രാത്രിയിലാണ് കൊച്ചിന് വയറിളക്കം. ഞാൻ തേനുപ്പൊക്കെ കൊടുത്തു, കൊച്ചിന് രാത്രി മുഴുവൻ കഞ്ഞിയൊക്കെ അടിച്ചു കൊടുത്തു, കുടിവെള്ളമൊക്കെ കൊടുത്ത്, കാപ്പി വെള്ളമൊക്കെ കൊടുത്ത്, ഇങ്ങനെ ഡീഹൈഡ്രേഷൻ വരാണ്ട് നോക്കുക. ഇപ്പോൾ രാവിലെ 5:30 എനിക്ക് വിഷമം. അന്ന് ഡ്യൂട്ടിക്ക് നമുക്ക് വിളിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, വരത്തില്ലെന്ന്, കാരണം ഹിന്ദുക്കളെല്ലാം ലീവ് എടുക്കുന്ന ദിവസമാണ്. അപ്പം ഞാൻ ഈ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ്, കൊച്ചിനി ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഡീഹൈഡ്രേഷനൊക്കെ വന്ന് ആന്തരിക അവയവങ്ങൾക്ക് വല്ലതും കേടുണ്ടാകുമോ, കിഡ്നി ഇഞ്ചുറിയൊക്കെ ആകുമോ, ഡീഹൈഡ്രേഷൻ വരുമോ, ഇതൊക്കെ എൻ്റെ പേടി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ കാര്യം അച്ഛൻ അന്നത്തെ ഡെയിലി ബ്രെഡിൽ പറയാണ്, ആന്തരിക അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകുമോ എന്ന് പേടിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര സ്ട്രൈക്കായി. അന്നോട്ട് ഞാൻ ഡെയിലി ബ്രെഡ് സ്ഥിരമായി കാണാൻ തുടങ്ങി. അന്നോട്ട് എനിക്ക് ഡെയിലി ബ്രെഡ് ഒരു അനുഭവമായി. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡ് കാണണമെന്ന് എല്ലാവരോടും പറയാൻ തുടങ്ങി, എൻ്റെ കൂട്ടുകാരോടും. എനിക്ക് ഈ മാതാവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു ദുരന്തത്തിൽ പെട്ടുപോകുന്ന എല്ലാവരെയും, ദുരന്തത്തിൽ പോകുമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാവരോടും ഞാൻ ഈ ഡെയിലി ബ്രെഡിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഈ ഡെയിലി ബ്രെഡ് കണ്ട് അങ്ങനെ ഈ 3 മാസം മുമ്പ് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയപ്പം ആധാരം ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം രാവിലെ ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നത്, ഈ ആഴ്ച മുഴുവൻ ഡോക്യുമെൻ്റ് പ്രെയർ ആയിരിക്കും, നിങ്ങളുടെ ഡോക്യുമെൻ്റ് എന്തെങ്കിലും തടസ്സമുണ്ട് അതൊക്കെ എടുത്ത് വെക്കാമോ. ഞാൻ ആധാരം എല്ലാം എടുത്തു. എല്ലാ ദിവസവും അച്ഛൻ പറഞ്ഞു, ഇത് നിങ്ങൾ ആധാരം ഈ എവിടെയൊക്കെയാണോ അതിൻ്റെ സ്ഥലങ്ങൾ അവിടെയൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറമ്പിലും ഞങ്ങളുടെ സൈഡിലും വീടിൻ്റെ സൈഡിലും ഒക്കെ ഈ തിരിയൊക്കെ ആയിട്ടിരുന്ന് പോയി പ്രാർത്ഥിക്കുകയും ഈ ആധാരം വെച്ച് എല്ലാ ദിവസവും അച്ഛൻ്റെ ഈ ഡോക്യുമെൻ്റ് പ്രെയർ കൂടുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു ദിവസം ഞാൻ വെറുതെ ഒരു സ്പീച്ച് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, 42 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകുന്നു. അപ്പം ഞാൻ 42 എന്നുള്ളത് എൻ്റെ മനസ്സിൽ എന്തോ ക്ലിക്ക് ചെയ്തു. അപ്പം തൊട്ട് ഈ നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം അനങ്ങി തുടങ്ങി. അപ്പം വഴി നമ്മുടെ സ്ഥലത്തിന് ആധാരമേ ഇല്ലായിരുന്നു, ആധാരത്തിൻ്റെ ഒരു കോപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കോപ്പി വെച്ച് അത് ഇപ്പം പണ്ട് കേസിലായി അതിങ്ങനെ 3 പേരുടെ പേരിലാണ് ആ കോപ്പി ഉള്ളത്, നമ്മുടെ ചാച്ചൻ്റെ പേരിലല്ല ആധാരം. അങ്ങനെയല്ല, അതെല്ലാം പതുക്കെ നമ്മുടെ ഈ 2019 ഉടമ്പടി തൊട്ട് ആ പേപ്പറുകൾ അനങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ചാച്ചൻ്റെ പേരിലാക്കിയായിരുന്നു. നമ്മൾ ഈ പത്രത്തെ പരസ്യം കൊടുത്ത് ആധാരമൊക്കെ ആക്കി പലരുടെ പേരിലുള്ള അവരെല്ലാം പോയി കണ്ട് പപ്പ വഴി എഴുതിപ്പിച്ചെല്ലാം ദൈവം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഈ 42 ദിവസത്തിനുള്ളിൽ നമ്മുടെ പേരിൽ ആധാരമാക്കി കിട്ടി. ഈ ആധാരമാക്കി കിട്ടിയെന്ന് മാത്രമല്ല, അപ്പം ആധാരം എഴുതിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മിറ്റം നമ്മുടെ ആധാരത്തിലില്ല, എഴുതിച്ച ആധാരത്തിലില്ല മിറ്റം. ഒരാധാരം അനിയൻ അവൻ്റെ വീട് പണിയാൻ വേണ്ടി പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആധാരത്തിലാണ് നമ്മുടെ വീടിൻ്റെ മിറ്റത്തെ 5 സെൻറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവേ ആ 5 സെൻറ്റ് ഫ്രണ്ടിലത്തെ മിറ്റം ഇല്ലാണ്ട് എങ്ങനെയാണ് സാക്ഷ്യം പറയണേ, കുഴപ്പമുണ്ടോ, ഞാൻ സാക്ഷ്യം പറഞ്ഞോട്ടെ. അപ്പം അടുത്തൊരു ആരാധന കേട്ടപ്പം ഏതൊക്കെ പഴയ ആരാധന എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമല്ലോ. അപ്പോൾ അച്ഛനൊരു ആരാധന പറയാണ്, നിങ്ങൾക്ക് ഇനി ബാക്കി എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് 72 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ 72 പിന്നെ എന്നെ ക്ലിക്ക് ചെയ്തപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ നമുക്ക് ആ ആധാരം കൂടി പണയത്തിലിരിക്കുന്ന അവൻ്റെ ആധാരം കൂടി എടുക്കാം. അപ്പം പപ്പ പറഞ്ഞു, 22 ലക്ഷം രൂപ, അത് നമുക്ക് പ്രോബ്ലം ആകത്തില്ല, ഇങ്ങനെ എല്ലാം കൂടി ആകെ സ്ട്രഗിൾ ആകത്തില്ല. അപ്പം ഈ അച്ഛൻ്റെ ഒരു 72 എന്നുള്ള അച്ഛൻ്റെ വായിലൂടെ ദൈവം തന്ന നമ്പറിൽ ഞാനങ്ങ് വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ ചാച്ചനോട് പറഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞ ആധാരം എടുക്ക്, പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലവും കൂടി അപ്പോൾ 22 ലക്ഷത്തിന് അങ്ങ് എഴുതി തരാം. അങ്ങനെ ഞങ്ങൾ 22 ലക്ഷം രൂപ കൊടുത്ത് ആ ആധാരം പണയം വെച്ച ആധാരം എടുത്തു. ആധാരം എടുത്തു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ROR കിട്ടാനൊക്കെ ചെറിയ പ്രോബ്ലം തോന്നി. അത് വില്ലേജ് ഓഫീസർ പിന്നെ നാളെ വാ മറ്റന്നോ അങ്ങനെ പറഞ്ഞു വിട്ടപ്പം പപ്പയ്ക്ക് പേടിയായി. പപ്പ പറഞ്ഞു, എടി ഞാൻ നോക്കിയപ്പം ഇത് നമുക്ക് കിട്ടത്തില്ലെന്നാണ് ബൈബിളിൽ പറയണതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം തന്നെ, എന്നോട് അങ്ങനെയല്ലല്ലോ ഈശോ പറയുന്നതെന്ന് പറഞ്ഞു, ഞാൻ വേഗം തന്നെ ബൈബിൾ എടുത്തപ്പം മത്തായി 7:7 ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുവോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് എത്രയോ അധികമായി നൽകാതിരിക്കുകയില്ല. ഈ വചനം എന്നെ കൂടുതൽ ധൈര്യപ്പെടുത്തി. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ അങ്ങനെയല്ല, ഈശോ പറയുന്നത് നമുക്ക് ചോദിക്കുന്നത് തരും എന്നാണ്. അങ്ങനെ പിന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ ഒരു ചെറിയ പാക്കറ്റിനകത്താക്കി പപ്പയുടെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു വിട്ടു. അന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞേട്ടാ, ഇതിന് ROR ഒന്നും വേണ്ട, നീ ഇപ്പം തന്നെ ഒരു ആധാരം ചെയ്തല്ലേ ഉള്ളൂ, ഇനി ROR ഒന്നും വേണ്ട, വേഗം പോയി ആധാരത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഈ 72 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീടിൻ്റെ ആധാരവും മിറ്റവും നമുക്ക് പുറകിലുള്ള കുറച്ച് സ്ഥലവും കൂടി വാങ്ങിക്കാൻ വീതം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അങ്ങനെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാതാവ് ഞങ്ങളെ ഇവിടെ ഉയർത്തി. ഞാൻ ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ MSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും 17,500 രൂപയിൽ 1,750 രൂപ ഞാൻ പലതവണ നമ്മുടെ തോമസ് ചേട്ടന് അവിടെ മെഡിക്കൽ കോളേജിലെ ഫുഡും രോഗികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പലതവണ അങ്ങനെ ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ
രോഗികൾക്ക് ഈ റൈൽസ് ടു ഫീഡൊക്കെ ഞാൻ പഠിക്കുവാണ്, അവിടെ സ്റ്റാഫിനൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പം ഞാൻ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോൾ കൃത്യം ഈ റൈൽസ് ടു ഫീഡ് കൊടുക്കാൻ ശ്രദ്ധിക്കും. കാരണം അത് ആർക്കും താല്പര്യമില്ല ഈ റൈൽസ് ടു ഫീഡൊക്കെ കൊടുക്കാൻ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ മിക്കവാറും രോഗികൾക്ക് അവസാനത്തെ വെള്ളം കൊടുക്കുന്നതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നും. ഇത് ചിലപ്പം ആ രോഗിക്ക് ഞാൻ കൊടുക്കുന്ന അവസാന കിട്ടുന്ന വെള്ളമായിരിക്കും എന്ന് തോന്നും. പിറ്റേ ദിവസം ആ രോഗികൾ അവിടെ ഉണ്ടാകാറില്ല. അങ്ങനെ ICUവിലെ പല രോഗികൾക്ക് ഓറൽ ഫുഡൊക്കെ നമ്മൾ അസിസ്റ്റൻസ് വേണം. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ മിക്കവർക്കും അവരുടെ അവസാന ഫീഡാണെങ്കിൽ എൻ്റെ മനസ്സിൽ ദൈവം, ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ അവിടെ ഒരു അപ്പച്ചൻ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഉണ്ടായിരുന്നപ്പോൾ അപ്പച്ചൻ ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നാണ്. അവിടെ കട്ടിലേക്ക് കിടന്ന് പൊളയുവാണ് വേദന കൊണ്ട്. അപ്പോൾ എല്ലാവരും ഹാർട്ടിനെ റെഡിയാക്കാനുള്ള മെഷീൻസൊക്കെ ഉപയോഗിച്ച് സർവൈവ് ചെയ്യുമ്പം അപ്പച്ചൻ ദാഹിക്കുന്നത് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് കണ്ട് ഞാൻ അവിടെ മുഴുവൻ നോക്കിയിട്ട് അവിടെ ഒരു പുറത്തൊരു അക്വയിൽ ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അപ്പച്ചന് കൊടുത്തു. ആ വെള്ളം കുടിച്ച ഉടനെ അപ്പച്ചൻ കുടിച്ചു കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ ശാന്തമായിട്ട് അവിടെ കിടന്നു. പിന്നെ അപ്പച്ചൻ മരിച്ചു. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം മനസ്സിൽ തോന്നിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡയാലിസിസിലാണെങ്കിൽ ഞാൻ ഇവിടെ വൈക്കം താലൂക്ക് ആശുപത്രി ജോലി ചെയ്തപ്പം നമ്മൾ അപ്പച്ചന്മാരൊക്കെ അറിയും, ഞാൻ അവർക്ക് ഭാരമാണെന്ന് ഓർത്തപ്പോൾ ഞാൻ അവരെയൊക്കെ ബൈബിൾ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. വേറെ മതസ്ഥരാണ്, പക്ഷേ ഞാൻ ബൈബിൾ വായിച്ച് ഒരു ദിവസം ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തു, നിസ്സഹായനായ വൃദ്ധൻ്റെ പ്രാർത്ഥന. അപ്പച്ചന് അതായിരുന്നു വേണ്ടത്. അപ്പച്ചൻ്റെ മക്കൾ അപ്പച്ചന് ഒരു ഭാരമാണെന്ന് അപ്പച്ചന് തോന്നലായിരുന്നു. അപ്പം നിസ്സഹായനായ വൃദ്ധൻ്റെ പ്രാർത്ഥന ഞാൻ വായിച്ച് വെച്ചപ്പോൾ ഞാനും അത് ആദ്യമായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. അപ്പച്ചന് ഭയങ്കര ആശ്വാസമായി. അപ്പച്ചൻ പിന്നെ അടുത്ത ആഴ്ച തന്നെ മരിച്ചുപോയി. അപ്പച്ചന് ആ ഭാരം എന്നുള്ള സങ്കടം മാറി. ഞാനും അത് മരിക്കണം എന്നല്ല പ്രാർത്ഥിച്ചത്, അപ്പച്ചനെ ആശ്വസിപ്പിക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. പിന്നെ ഡയാലിസിലെ രോഗികൾക്ക് നമ്മൾ കൊച്ചിൻ്റെ കുർബാന കൊള്ളപ്പാടിന് 18,000 രൂപ നമുക്ക് കിട്ടിയായിരുന്നു കളക്ഷൻ. ആ 18,000 രൂപ നമ്മൾ രോഗികൾക്കായിട്ട് ഒരു ആളുടെ മകൾക്ക് കല്യാണം കൊടുക്കാനും പിന്നെ മെഷീൻ BP അപ്പാരറ്റസ് ഒക്കെ മേടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് രോഗികൾക്ക്. പിന്നെ ഈ വൈകിട്ടാസിൽ നമുക്ക് ഫുഡൊക്കെ കൊണ്ട് രോഗികൾക്ക് കിട്ടും, സംഘടനകളൊക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ ഇറച്ചി മീനൊക്കെ അവർക്ക് കിട്ടത്തില്ല, അപ്പോൾ അതൊക്കെ ഒലത്തിയും വറുത്തുമൊക്കെ കൂടെ കുറേ നാളായിട്ട് കിടക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഈ രാത്രിയിൽ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ വീട്ടിലെ ക്ലേശങ്ങളൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഞാൻ തേനും കാശ് രൂപവും അതൊക്കെ കൊടുക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ ബാഗിൽ കാശ് രൂപവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യമുള്ള എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ എല്ലാ മാസവും 1,500 രൂപ വീതം ഒരു ധ്യാന കേന്ദ്രത്തിൽ അയക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ കൂടുതലായി അങ്ങനെ അയക്കുന്നു. പിന്നെ വിധവകളായിട്ടുള്ളവർക്ക് കുറച്ച് പൈസയൊക്കെ 1000 രൂപ വീതമൊക്കെ കൊടുക്കാറുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാറുണ്ട്. കുർബാന കൊള്ളപ്പാടിന് ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെ ഒരു മാനസിക രോഗികൾ ഒരു 24 പേരുള്ള ഒരു മാനസിക രോഗികളുള്ള വൈക്കത്തുണ്ട്. അവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചിക്കൻ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഈ കൃപാസനത്തിൽ വന്നുകൊണ്ട് നമുക്ക് കാരുണ്യ പ്രവൃത്തികൾ എപ്പോഴും ചെയ്യണം എന്നൊരു ഇത് വരും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പായി പോയേനെ. പിന്നെ മരണം വരെ ഇങ്ങനെ കൃപാസനത്തിൻ്റെ ഈ ഉടമ്പടിയിൽ ഈ ചൈതന്യത്തിൽ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞങ്ങൾ 2 അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പപ്പയ്ക്കും രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. പപ്പ തന്നെ പറയൂ അത്. ആദ്യമായി തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും കൃപാസനത്തിന് സാക്ഷിയാക്കിയതിന് ദേവമാതാവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ടിജോ. ഞാൻ ഉല്ലല ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ ഇടവാംഗമാണ്. 5/5/2022 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി കാശ് രൂപം ഞാൻ എൻ്റെ കഴുത്തിൽ അണിഞ്ഞാണ് നടക്കുന്നത്. ഈ ഉടമ്പടി ദേവമാതാവിൻ്റെ സംരക്ഷണം കൊണ്ട് ഞാൻ 2 അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് 2023 മലയാറ്റൂർ മലയിൽ നിന്ന് മലയെല്ലാം കയറി തിരിച്ച് വന്ന് ഞങ്ങൾ കാറിൽ തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. മല കയറിയതിൻ്റെ ക്ഷീണത്തിലായിരുന്നു ഞാൻ. ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വണ്ടിയിൽ ഉറങ്ങിപ്പോവുകയുണ്ടായി. ഞാൻ പെട്ടെന്ന് കണ്ണെന്ന് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വണ്ടി ഒരു വലിയൊരു മരത്തിലോട്ട് മരത്തിലിടിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ഞാൻ വണ്ടി വെട്ടിച്ചു. എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാർക്ക് ചെയ്യുന്ന കാറിൽ ഇടിച്ച് എൻ്റെ വണ്ടി നിന്നു. വണ്ടിക്ക് സാരമായ പരിക്കുകളുണ്ടെങ്കിലും ഞങ്ങൾക്ക് 3 പേർക്കും ഒരു പരിക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് കാറിന് ഇറങ്ങി വരാനും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ ഇതിനേലും വലിയൊരു ഇതെന്താ വെച്ചാൽ എൻ്റെ വണ്ടി ഇടിച്ച് നിൽക്കുന്നത് ഒരു വലിയൊരു ട്രാൻസ്ഫോമറിൻ്റെ മുമ്പിലാണ്. ആ ട്രാൻസ്ഫോമറിൻ്റെ പിന്നിലാകട്ടെ ഒരു വലിയൊരു പെട്രോൾ പമ്പുമാണ്. ഞാൻ വന്ന സ്പീഡിൽ തന്നെയാണ് വണ്ടി അവിടെ ചെന്ന് ഇടിച്ചിരുന്നതെങ്കിൽ ആ ട്രാൻസ്ഫോമർ ഇടിച്ചു ചേർത്ത് ഞങ്ങൾ പെട്രോൾ പമ്പിൽ പോയി നിൽക്കത്തുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ ആഴം എനിക്ക് മനസ്സിലാകുന്ന അടുത്ത ദിവസം പത്രത്തിൽ വന്നൊരു വാർത്ത ഇതാണ്. കാർ ഓട്ടത്തിനിടയ്ക്ക് ഉറങ്ങിപ്പോയ ഒരു മകളും 10 വയസ്സുള്ളൊരു മകളും ഒരപ്പനും അമ്മയും മരണപ്പെട്ട വാർത്തയാണ് അടുത്ത ദിവസം പത്രത്തിൽ ഞാൻ കണ്ടത്.
അപ്പോഴാണ് മാതാവ് എന്നെ എന്തുമാത്രമാണ് സംരക്ഷിച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നത്. അടുത്ത സാക്ഷ്യം, എനിക്ക് ആട് വളർത്തുണ്ടായിരുന്നു. അപ്പോൾ ആടിന് പുല്ല് എത്താൻ വേണ്ടിയിട്ട് ഞാനൊരു 5 ഏക്കർ ഒരു വലിയൊരു നിലമുണ്ട്, അവിടെയാണ് പോകുന്നത്. 5 ഏക്കർ നിലമെന്ന് പറഞ്ഞാൽ ഒരു 20 ഏക്കർ നിലത്തിലാണ് ഇരിക്കുന്നത്. അതായത് എനിക്ക് അവിടെ എന്ത് സംഭവിച്ചാലും എന്നെ അവിടെ ആരും കാണാൻ പറ്റത്തില്ല. വെച്ചാൽ അത്ര ഉള്ളിലാണ് ഞാൻ പുല്ല് എത്താൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പുല്ല് എത്തിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യമേ ഞാൻ ഇത്തിരി പുല്ല് എത്തി. അപ്പോൾ മാറ്റി വെച്ചപ്പോൾ എനിക്ക് തോന്നിയാൽ മതി, ഞാൻ അപ്പുറത്തെ സൈഡിൽ മാറി ചെത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് പോയി ചെത്തി. അങ്ങനെ പുല്ല് എത്തി നിറച്ചു. അപ്പം ഞാൻ ചെത്തിയ പുല്ലെല്ലാം ചാക്കിലോട്ട് കയറ്റി. അപ്പോൾ ആദ്യം ഞാൻ പുല്ല് എത്തിയ സ്ഥലത്ത് വന്ന് അവിടെ ഉണ്ടായിരുന്ന പുല്ല് കൊടുത്ത് ചാക്കിലോട്ട് കയറ്റി. അപ്പോൾ നമുക്ക് ചാക്ക് നിറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ ഒരു ഇത്തിരി ചെത്തിയേക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനപ്പം ചെത്തി നിർത്തിയെടുത്തെന്ന് അരുവ താഴത്തോട്ട് വെച്ചതും പുല്ലും കൊണ്ട് പകന് മാറ്റി. അവിടെ ഒരു വലിയൊരു പാമ്പിരിക്കുന്നു. ഞാൻ ആ അപകടത്തിൽ നിന്ന് പാമ്പിനെ കടിയേക്കാതെ എനിക്ക് അന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. ഞാൻ അവിടെ തന്നെയാണ് നേരത്തെ ആദ്യമേ മൊത്തം പുല്ല് എത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആ പാമ്പിൻ്റെ കടി കിട്ടുമായിരുന്നു. പാമ്പിൻ്റെ കടി കിട്ടിയിരുന്നെങ്കിൽ എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് അകലെ എത്താൻ പറ്റുന്ന ദൂരത്തിലൊന്നും അല്ല ഞാൻ. അവിടെ നിന്ന് ഒരു ആൾതാമസമുള്ള ഒരിടത്തേക്ക് പോകണമെങ്കിൽ തന്നെ 2 കിലോമീറ്ററോളം പോകണമായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് പറയാൻ മറ്റൊരു സാക്ഷ്യം രോഗസൗഖ്യമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് തുമ്മൽ അലർജിയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. കൃപാസന ഉടമ്പടി എടുത്ത് എപ്പോഴാണോ മാറിയെന്ന് എനിക്കറിയത്തില്ല, അതിനുശേഷം എപ്പോഴാണ് നിന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാം, എനിക്ക് ആ തുമ്മൽ അലർജി ഇല്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് ആ തുമ്മൽ അലർജി ഇല്ല. ഇപ്പം എന്നെ കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കും, എടാ നിൻ്റെ തുമ്മൽ മാറിയോ എന്ന്. ടിജോ ഇപ്പോൾ രാവിലെ ഇനി തുമ്മലൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും ഞാൻ തന്നെ ഓർക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഞാൻ ഓർക്കുന്നത്. എൻ്റെ അലർജി മാറ്റിത്തന്ന ദേവമാതാവിന് നന്ദി പറയുന്നു. കൂടാതെ മറ്റൊന്ന്, എൻ്റെ മൂക്കിൻ്റെ പാലം ചെറുതായിട്ട് വളഞ്ഞായിരുന്നു ഇരുന്നേച്ചത്. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, നമുക്കൊരു സർജറി ചെയ്യേണ്ടി വരും, നമുക്ക് പതുക്കെ ഒരു സർജറി ചെയ്യാൻ, ഈ ശ്വാസം മുട്ട് കൂടുതലാകുവാണെങ്കിൽ നമുക്കൊരു സർജറി ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിലായിരുന്നു ഇരുന്നേച്ചത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ശ്വാസം മുട്ട് വന്നിട്ടില്ല. എൻ്റെ പാലത്തിൻ്റെ വളവിൻ്റെ പ്രശ്നം എന്നെ അധികം ബാധിക്കാറില്ല. ഇപ്പോൾ അതുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ ശ്വാസം എടുക്കുന്നതിന് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ദേവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അറിയിച്ചോളൂ. എനിക്ക് സ്രാവരോഗമുള്ളവർ എപ്പോഴും അടിവയറ്റി കൈവച്ച് പ്രാർത്ഥിക്കുക,